everyone. Ultimate stand-up comedy show Once Upon a Time version 2.0 ഏവർക്കും സ്വാഗതം. നമ്മുടെ ഷോയുടെ എക്സ്ക്ലൂസീവ് കണ്ടന്റ് അത് സ്റ്റാൻഡപ്പ് കോമഡി മാത്രമല്ല, പുതിയ പുതിയ സെഗ്മെന്റ്സ് ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് we have a chief guest, we have a special guest. പിന്നെ അല്ലാത്ത രണ്ട് കഥാപാത്രങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാലോ. നമുക്ക് അവിടെയൊക്കെയുള്ള രസകരമായ പെർഫോമൻസുകളും ഒക്കെ ആയിട്ട് ഒരുപാട് ചിരിച്ച് സന്തോഷിച്ചതേ ഒരു 1 hour നമ്മൾ എൻജോയ് ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് നമ്മളുടെ കിക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ക്യാപ്റ്റനെ സ്വാഗതം ചെയ്യുന്നു. Let's welcome Ramesh Pishardi onto this floor. എല്ലാവർക്കും നമസ്കാരം. ഒരു പരിധിവരെ ഈ ഒരു മാസം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പരീക്ഷാ കാലമാണ്, പരീക്ഷാ പേടിയുടെ കാലമാണ്. കഴിഞ്ഞ കുറെ നാളുകൾ മനുഷ്യരെല്ലാവർക്കും പരീക്ഷണങ്ങളുടെ കാലമായിരുന്നു. ഇതിനൊക്കെ ഇടയിലും ഇത്തരത്തിലുള്ള ടെൻഷനുകളുടെയും ആവലാതികളുടെയും ഒക്കെ ഇടയിൽ ചെറിയ ചെറിയ ചിരികളുമായി ഇതുപോലെയുള്ള കൊച്ചു കൊച്ചു പ്രോഗ്രാമുകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കുന്നു. ഈ ചിരികൾക്കും ഈ ആവലാതികൾക്കും എല്ലാം ഇടയിൽ നിങ്ങളുടെ ടെൻഷൻ അല്പമൊന്ന് ലൂസാക്കാൻ ഈ പരിപാടിക്ക് സാധിക്കുന്നു എന്നറിയിൽ വലിയ സന്തോഷം. ഇന്നത്തെ ഈ ചിരി യാത്രയിൽ നമ്മളോടൊപ്പം കൂടുന്നത് മലയാളിക്ക് പ്രിയപ്പെട്ട ഒരു അഭിനേതാവാണ്. ഒരുപാട് സിനിമകളിലൂടെ, വേദികളിലൂടെ, ടെലിവിഷൻ പ്രോഗ്രാമുകളിലൂടെയും എല്ലാം നമുക്ക് സുപരിചിതനായ പ്രിയപ്പെട്ട കലാകാരൻ, അഭിനേതാവ്, ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു കലാഭവൻ ഷാജോൺ. സഞ്ജന നമസ്കാരം. 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 എന്താണ് പുതിയ വിശേഷങ്ങൾ? പരീക്ഷ വീട്ടിൽ ആരെങ്കിലും 10ാം ക്ലാസ്സുകാരൊക്കെ ഉണ്ടോ? വീട്ടില് മോള് 10ാം ക്ലാസ്സിലാണ്. അപ്പൊ അതിന്റെ ഇങ്ങനെ പഠിത്തം ഇങ്ങനെ നന്നായിട്ട് നടക്കുന്നു. മോൻ പിന്നെ 6th-ലാണ്. അവനിപ്പം കുഴപ്പമില്ല. മോനാണോ മോളാണോ കൂടുതൽ പഠിക്കുന്നത്? മോളാണ്. മോള് പഠിച്ചോളും. മോനും കുഴപ്പമില്ല. പക്ഷെ അവൻ 6th-ലായോണ്ടുള്ളൊരു കുറച്ച് അലമ്പൊക്കെ ഉണ്ട്. ചെറിയ ഇല്ല, ഫുള്ള് വൈഫാണ് നോക്കുന്നത്. ഞാൻ ആ കാര്യത്തിലൊന്നും, അതുകൊണ്ടാണ് നന്നായിട്ട് പഠിക്കുമെന്ന് പറഞ്ഞു. കൈകൊട്. ഞാൻ എന്നോട് ചിലര് പെട്ടെന്ന് എത്ര ക്ലാസ്സിലാന്ന് ചോദിച്ചവര് ഞാൻ ചുറ്റിപ്പോ. എനിക്കറിയത്തില്ല, ഞാൻ അതിൽ തീരെ ഇടപെടാറില്ല. എല്ലാ വൈഫാണ്, എന്റെ വീട്ടിലെല്ലാം വൈഫാണ് നോക്കുന്നത് കാര്യങ്ങളെല്ലാം. അവരുടെ പ്രശ്നം കലുഷിതമാകുമ്പോ അവര് തമ്മിൽ ചില ദിവസങ്ങൾ ഈ ഒരു കാര്യത്തിൽ വഴക്കാകുമ്പോ മാത്രം ഞങ്ങളൊന്ന് ഇടപെട്ട് അതിൽ പോലും ഞങ്ങൾ പിള്ളേരുടെ വശം നിൽക്കുന്നു എന്നുള്ള ചെറിയ അക്രമം. അതെ, ഞാനാണ് വീട്ടിലാണെങ്കിൽ ഭയങ്കര ഇതാണ്. ഞാൻ അവളോട് ഈ പിള്ളേരോട് ഇങ്ങനെ ചൂടാവരുത്. അവരോട് വളരെ നമ്മൾ സൗമ്യമായിട്ട് അവരോട് സംസാരിച്ചെങ്കിൽ മാത്രമേ അവർക്ക് പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. ഒരു ദിവസം മുഴുവൻ നിന്ന് നോക്കുന്നു എന്നോട് പറയും, നീ ഇതൊക്കെ ഒന്ന് ചോദിക്കാൻ പറയും. ഞാൻ പറയും, അതിന് ഞാൻ ചോദിക്കാന്ന് പറഞ്ഞ് എന്റെ കയ്യിലോട്ട് തരും. ഞാൻ ചോദിക്കും, ഉത്തരം പറഞ്ഞില്ല, ഞാൻ അവനെ അതുവഴിയൊക്കെ ഇട്ട് ഓടിച്ച് മൊത്തം അടിക്കാനായിട്ട് കൊടുത്ത് മൊത്തം പ്രശ്നം. പെട്ടെന്ന് ദേഷ്യം വരുമല്ലോ നമുക്ക്. ഇതിനൊരു നാക്കുണ്ട്. അങ്ങനെ നിന്നാലും പിള്ളേരെ പഠിപ്പിക്കും. ഞാൻ അടിക്കത്തില്ല, ഇക്ലിയാക്കും. ഞാൻ അടിക്കത്തില്ല. ഇക്ലി ഭൂതം എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്. ഞാനൊരു ഭൂതമായിട്ട് എന്തെങ്കിലും പറഞ്ഞില്ലെങ്കിലൊക്കെ ഇവരെ വീട് മുഴുവൻ ഓടിച്ചിട്ട് ഇക്ലിയാക്കി അവര് അയ്യോ അടിക്കുന്നതിനേക്കാളും അങ്ങനത്തെ പരിപാടികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരിടുന്ന് ഭയങ്കര ശരിയൊക്കെ ആയിരിക്കും. പക്ഷെ ഇവര് പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം ആകുമ്പോ ഞങ്ങൾ ഇച്ചിരി ക്രൂരത കാണിക്കും. അത് വേണം, അത് വേണം. ചില സമയത്ത് പിന്നെ തീർച്ചയായും സ്ട്രിക്റ്റ് ആവേണ്ടത് സ്ട്രിക്റ്റ് ആവണമല്ലോ, അല്ലെങ്കിൽ പിന്നെ അത് പറ്റത്തില്ല. അത് നമുക്കത് അത് ഷാജനോട് ഇത്രയും പ്രായമുള്ളൊരു മരുമോനോ? ഹലോ മിസ്റ്റർ അമ്മാവൻ, അമ്മാവോ കരച്ചിൽ നിർത്തുന്നേ. വെറുതെ വന്ന ഒരു ചിരി പരിപാടി തമാശയെ പറ്റി പറഞ്ഞ് ഇത്ര ഹാപ്പി ആയിട്ടിരിക്കുമ്പോ നിങ്ങളൊന്ന് കരയുന്ന എന്താ? എന്തിനാ എന്നെ അമ്മാവെന്ന് വിളിച്ച കരയുന്ന കാര്യം എന്താന്ന് പറ. സോറി ഞാൻ നിങ്ങളെല്ലാം അമ്മാവെന്ന് വിളിച്ചു. പിന്നെ ഈ നിൽക്കുന്നതല്ല എന്റെ അമ്മാവൻ. പിന്നെ ഇതിന്റെ അടിയിൽ കിടക്കുക എന്റെ അമ്മാവൻ. ഇതിന്റെ അടി നിങ്ങളുടെ അമ്മാവൻ കിടക്കുന്നോ? ഈ ഭൂമിയുടെ അടിയിൽ എന്റെ അമ്മാവൻ കിടപ്പുണ്ട്. ഇത് മറ്റേ ദൃശ്യത്തിൽ നിങ്ങൾ അഭിനയിച്ചത് കാരണം പോലീസ് സ്റ്റേഷന്റെ അടിയിലെ സംഭവം അങ്ങനെ എന്തോ കണക്ട് ചെയ്ത് സിനിമയല്ലേ അത്? സിനിമ അത് കഴിഞ്ഞു. അല്ല, അതല്ല. പിന്നെ എന്റെ അമ്മാവൻ 15 കൊല്ലം മുമ്പ് മരിച്ചു പോയതാ. 7 കൊല്ലം മുമ്പ് എനിക്ക് അമ്മായി എനിക്ക് അയച്ചു തന്ന ഗൂഗിൾ മാപ്പില് ലൊക്കേഷൻ ഇതാണ്. അമ്മാവൻ അടക്കം ചെയ്ത സ്ഥലം. അയ്യോ, അത് പറഞ്ഞിട്ട് എങ്ങനെ? ഇത് ഒന്ന് മാറിക്കൂ. ഇപ്പൊ ഡയാന നിൽക്കുന്ന എന്റെ അമ്മാവന്റെ തലേമ ചവിട്ടി. മാറൂ പ്ലീസ്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഷാജോൺ സാർ പ്ലീസ് ഒന്ന് നീങ്ങിക്കൂ. അമ്മാവന്റെ കഴുത്തി ചവിട്ടിട്ടാണ് സാർ ഇപ്പൊ നിൽക്കുന്നത്. തന്റെ അമ്മാവൻ എന്നെ ജിറാഫ് ആയിരുന്നോ?
തല എവിടെയും കഴുത്തി എവിടെയും വരാനായിട്ട്. സുഹൃത്തെ, ഇത് 6 വർഷം മുമ്പ് ഈ ഓഡിറ്റോറിയം ഒക്കെ ഇതിന്റെ ഒരു ഓണർ മേടിച്ചു. നമ്മൾ അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ ഓഡിറ്റോറിയം പണിയുന്നത്, ഈ ഫ്ലോർ പണിയുന്നത്. ഇന്നത് ഷൂട്ടിംഗ് ഫ്ലോർ ആണ്, ഒരുപാട് ഷൂട്ടിങ്ങൾ നടന്ന ഒരു ഫ്ലോർ ആണ്. ഇതിനടിയിൽ അമ്മാവൻ കിടപ്പുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ? ഇനി ഇതൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല. മിസ്റ്റേക്ക് ഞങ്ങളുടെ തന്നെയാണ്. ഞങ്ങൾ ഇത് അറിയാതെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് അമ്മാവൻ ഇത് വിറ്റുപോയി. പക്ഷേ ജീവിച്ചിരിക്കുന്ന കാലത്ത് അമ്മാവൻ ഞങ്ങൾക്കോ ഞങ്ങളുടെ കുടുംബത്തിനോ ഒരു സ്വസ്ഥതയും തന്നിട്ടില്ല. തട്ടിച്ചും പറ്റിച്ചാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോ അദ്ദേഹത്തിന് വേണ്ടി ഞങ്ങൾക്ക് ഒരു കർമ്മം ചെയ്യണം. തട്ടിച്ചും പറ്റിച്ചും കഴിഞ്ഞ അമ്മാവനാണ് പിന്നെ നിങ്ങൾ ഇതിനെ കർമ്മം ചെയ്യാൻ. വേറെ ഒന്നുകൊണ്ടല്ല, അദ്ദേഹം മരിച്ചു പോയപ്പോഴും ഞങ്ങൾക്ക് ഒരു സമ്മാനം തന്നില്ല. ഇപ്പൊ ആത്മാവ് വന്നിട്ട് അലഞ്ഞ് എനിക്കൊരു സ്വസ്ഥത പുള്ളി തരുന്നില്ല. അല്ല, ഈ പിഷാനായിട്ട് പറഞ്ഞാൽ അമ്മാവൻ ഉപദ്രവകാരിയാണെങ്കിൽ പിന്നെ കർമ്മമൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ? അല്ല, അമ്മാവ് ഉപദ്രവകാരി അല്ലാന്നുണ്ടെങ്കിലും വേണ്ട ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ ചെറുപ്പത്തിൽ സ്കൂളിലൊക്കെ വന്ന് ദാരിദ്ര്യവും കഷ്ടപ്പാടും ദുരിതൊക്കെ ഉള്ള. അപ്പൊ ഞാൻ സ്കൂൾ വിട്ടെങ്കിലും നടന്നു വന്ന സമയത്ത് ഞങ്ങളുടെ വീടിന്റെ അവിടെ മൂലയ്ക്ക് ജംഗ്ഷനിൽ ബാബുവിന്റെ ഒരു ചായക്കടയുണ്ട്. അവിടെ അമ്മാവിന്റെ മക്കൾക്ക് വേണ്ടി കാത്തു നിന്നിട്ട് ലെറ്ററിക്ക് വേണ്ടി അമ്മാവ് കാത്തു നിൽക്കും. അങ്ങനെ കാത്തു നിന്നിട്ട് എന്നെ കൊണ്ട് ബാബുവിന്റെ കടയിലേക്ക് വിളിച്ച് കയറ്റി ഇരുന്നിട്ട് അവിടുന്ന് പൊറോട്ടയും ബീഫും അതോടൊപ്പം തന്നെ അതിന്റെ കൂട്ടത്തിൽ സാമ്പാറും കൊഴുത്തിട്ടുണ്ടല്ല. ആ പൊറോട്ട എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ ഓരോന്നോരോന്ന് തൊടില്ല. ബീഫൊക്കെ ഉണ്ട്, അതിൽ തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ട് അതിൽ ഈ ഇതൊക്കെ സവാളയുടെ കഷ്ണങ്ങളൊക്കെ. അമ്മാവൻ എന്റെ ദൈവമേ, അമ്മാവൻ ആ നാട്ടിലും എവിടെയെങ്കിലും ഉത്സവം ഉണ്ടെങ്കിൽ, ഏത് കരയിലും ഉത്സവം ഉണ്ടെങ്കിൽ എന്നെ കൊണ്ടുപോയിട്ടുണ്ടല്ലോ ഉത്സവം കാണിച്ച. അതിന്റെ കൂട്ടത്തിൽ ഏതെങ്കിലും കടയിൽ കൊണ്ടുപോയിരുന്നിട്ട് എനിക്ക് നല്ല പുട്ടും കടലയും പപ്പടവും. എന്റെ ഡയാന, പുട്ടും കടലയും പപ്പടം എന്നൊക്കെ പറഞ്ഞാലല്ല, പുട്ടെന്നൊക്കെ പറഞ്ഞത് ഇങ്ങനെ മനു 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 പോലത്തെ പുട്ടാണ്. കടല എന്ന് പറഞ്ഞ തേങ്ങ അറുത്ത് വരച്ചിട്ടുണ്ടല്ല, കടുകിട്ട് പൊട്ടിച്ചിട്ട് പപ്പടം ഇങ്ങനെ പൊട്ടിച്ചാലല്ല പൊട്ട പൊട്ട ഇങ്ങനെ കഴിച്ചാൽ. സാറേ, അമ്മാവെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക്, ഞാൻ എവിടെയെങ്കിലും പന്ത് കളിക്കാനോ അല്ല എന്തെങ്കിലും കളിക്കാനൊക്കെ പോകണമോ വഴിയിൽ കാണുമ്പോൾ എന്നെ വിളിച്ചുകൊണ്ട് നിർത്തിയിട്ടില്ല. ഏതെങ്കിലും തട്ടുകട കയറ്റി എന്നെ കൊണ്ടുപോയിട്ട് പഴംപൊരിയൊക്കെ മേടിച്ചൊരു പഴംപൊരി. എന്റെ പിഷാരണി സാറെ, പഴംപൊരി എന്നൊക്കെ പറഞ്ഞാലല്ലോ എണ്ണെങ്കിലും മഞ്ഞ കളറ് വെന്തിപ്പൂല് അതൊക്കെ ഇങ്ങനെ മൊരിച്ച് വച്ച പോലെ. അത് കടിക്കുമ്പോൾ ഇപ്പോഴും അമ്മാവന്റെ മുഖം എനിക്ക് ഓർമ്മ വന്നിട്ടില്ല. അമ്മാവനോ? ഹലോ, അതെ, ഈ പുള്ളി നല്ല മനുഷ്യനല്ലേ, പിന്നെ നിങ്ങൾ എന്തിനാ ഉപദ്രവിക്കുന്ന ആളാന്നൊക്കെ പറഞ്ഞത്? അമ്മാവൻ ഈ പറഞ്ഞ പോലെ അത്ര നല്ലവനൊന്നായിരുന്നില്ല. ചെറുപ്പകാലത്ത് എനിക്ക് പുട്ടും കടലും പൊറോട്ട ഇറച്ചിയൊക്കെ മേടിച്ചു തന്നിട്ടേ 18 വയസ്സായപ്പോ ഞങ്ങളുടെ സ്വത്ത് തട്ടിയെടുക്കാൻ വേണ്ടി കാണിച്ച ട്രിക്കായിരുന്നത്. അത്രയ്ക്ക് ദുഷ്ടനായിരുന്നു. അദ്ദേഹത്തിന് വേണ്ടി എനിക്കൊരു കർമ്മം ചെയ്യണം ഇവിടെ. അതെ, ഞങ്ങളൊന്ന് ഞങ്ങളുടെ കർമ്മം ചെയ്യാൻ സമ്മതിക്കൂ പ്ലീസ്. ഏതായാലും സ്ഥലം ഇപ്പൊ കണ്ടെത്തിയ സ്ഥിതിക്ക് നിങ്ങൾ തൽക്കാലം നിങ്ങളുടെ കർമ്മം കൂടെ നടത്ത്. ഞാൻ എനിക്ക് കർമ്മം ചെയ്യാനുള്ള ആൾ വിളിച്ചോണ്ട് വരാം. ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ലോ. ഒരു കുഴപ്പമില്ല. ഞാനൊരു കാര്യം ചെയ്യൂ, ഇപ്പൊ ഇവിടെ വന്നിട്ട് ആ നർമ്മം ചെയ്യേണ്ടവനെ വിളിച്ചോളൂ. ആദ്യത്തെ പെർഫോമൻസുമായിട്ട് വരുന്നു സ്റ്റാൻഡപ്പ് കൊമേഡിയൻ ഇടവേള റാഫി. വെൽക്കം. റാഫി ചേട്ടാ, സ്വാഗതം ഒരിക്കൽ കൂടി. രമേശേട്ടാ. റാഫി പോയിരിക്കും. റാഫിയുടെ ഒരു ഭാഷയും കാര്യങ്ങളൊക്കെ ഏറ്റവും ഗംഭീരമായിരിക്കും, ഞങ്ങൾക്ക് അറിയാം. അപ്പൊ റാഫിയുടെ എന്തെങ്കിലും ഐറ്റങ്ങൾ ഇല്ലാണ്ട് റാഫി വരാറില്ല. റാഫിക്ക് നാട്ടിൻപുറവുമായിട്ട് ബന്ധപ്പെട്ട കുറെ കഥകൾ എപ്പോഴും കയ്യിലുണ്ടാവും അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ ഇന്നും അതുപോലെ എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നു? തീർച്ചയായിട്ടും. കഴിഞ്ഞ പിന്നെ നമ്മൾ ഫണ്ട് സപ്പോർട്ട് ടൈമിൽ വന്നതിന് ശേഷം ഒത്തിരി നല്ല പരിപാടികൾ കിട്ടാനൊക്കെ എനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഒരുപാട് കിട്ടി. സന്തോഷം എന്നെ അറിയിക്കണം. അപ്പൊ ഇത്തവണ നന്നായാലും ഇനി അത് അങ്ങനെ തന്നെ പോകും. താങ്ക് യു റാഫി. താങ്ക് യു. റാഫിയുടെ സംസാരത്തിൽ തന്നെ വളരെ ഒരു എനർജി ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ, അല്ലെ? ആ ഒരു എനർജി ഇതിൽ പെർഫോമൻസിൽ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. തകർക്ക് റാഫി, ഒന്നും നോക്കണ്ട. എപ്പോഴത്തെ പോലത്തെ ഒരു കിടിലൻ പെർഫോമൻസ് ആയിക്കോട്ടെ. നല്ല ഊക്കിൽ കജ്ജൊട്ടിക്കളി, നല്ല ഗുണം ചെയ്യും, നല്ല കൊട്ടിക്കോളി. കാരണം വെച്ചാൽ ഞാൻ പണ്ട് ആരാ പറഞ്ഞ റോക്കറ്റ് വിട്ട പോലെ തള്ളി വിട്ടപ്പോൾ കയറിപ്പോന്നാണ്. ഞാനൊന്നും പഠിച്ചിട്ടില്ല. പിന്നെ ഞാൻ ഇവിടെ കരി വലിച്ചാകുമ്പോൾ രാവിലെ വന്നതാണ് പൊന്നാരങ്ങൾ, അറിയാലോ. അപ്പോൾ അന്ന് ഞാൻ ഏതായാലും ചെറിയൊരു പണി കഴിഞ്ഞിട്ട് വന്നപ്പോൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്ത്. അപ്പോൾ ഞാൻ എന്നോട് രതീശേട്ടൻ പറഞ്ഞിരുന്നു, നമുക്ക് ഇതൊക്കെ എന്തായാലും പറച്ചിൽ ഒച്ചുണ്ടാക്കി ആളെ ഒപ്പിച്ചോക്കണം. എന്താ പറച്ചിൽ? ഗ്രൂപ്പിംഗ്. അങ്ങനത്തെ സാധനം ഉണ്ട്, റെഡി ആവണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കുറച്ച് നേരം കിടക്കും. അപ്പോൾ ഞാനിവിടെ എഴുത്ത് ചെയ്ത് വെച്ചതാ. നിങ്ങൾ തെളിവിന് വേണ്ടി എഴുത്ത് കൊടുത്തിട്ടുണ്ടാ. നിങ്ങൾക്ക് വായിച്ചൊക്കെ കൃത്യമായിട്ട് അറിയും. ഇതാ ഞാൻ എഴുതി വെച്ച എഴുത്താണ് ഈ കാണുന്നത്. എന്താണെന്നറിയോ? ഞാൻ രതീശേട്ടൻ ഉറങ്ങാൻ പോവാണ്, നിങ്ങൾ റെഡി ആകുമ്പോൾ ആൾക്കാരെ ഗ്രൂമിങ് കഴിഞ്ഞ് എന്നെ വിളിച്ചോണ്ട് ഞാൻ എഴുത്തി എഴുതി വെച്ച്. അപ്പം തന്നെ ഞാൻ പിന്നെ എപ്പോഴും അങ്ങനെ കിടന്ന് കുറേ ഉറങ്ങി. ഇത് നോണം അറിയാതായിരുന്നു. മുപ്പരാണ്ടേറ്റിങ് കണ്ട ആൾക്കാരെ രതീഷ്കാരെക്കാണ്ട് കണ്ടാവും. റാഫി ഞാൻ കിടന്ന് ഉറങ്ങാണ്, ഞാൻ 5:45 നീക്കുമ്പോൾ എന്നെ വിളിച്ചാൽ മതിയെന്ന്. ഞാനാകെ ഞാൻ ഇപ്പം എന്താ ചെയ്യുക, ഒന്നും സത്യം ഒന്നും എന്നിട്ടില്ല. ഞാൻ ഇപ്പം നാട്ടിൽ ചെറിയ കഥ പറയാം കേട്ടാ.
അപ്പൊ എന്താണ് ഞാൻ പറയാൻ പോണ കഥ? ഞാൻ പ്രത്യേകിച്ച് പ്രിപ്പറേഷൻ ഒന്നും ഇല്ല. അപ്പൊ എന്താണ് നാട്ടിലുണ്ട്, എൻ്റെ നാട് കുറ്റപ്പുറത്താണ്, എല്ലാവർക്കും അറിയാം. എൻ്റെ പേര് തന്നെ പണ്ട് കുറ്റപ്പുറ റാഫി എന്നാണ്, പിന്നെ ഇടവേള റാഫിയായി, പിന്നെ കലാപുര റാഫിയായി. പേര് കൂടുന്ന ജീവി ഒറ്റ ജീവിയുള്ളൂ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്താണ് ചത്ത പേര് കൂടുന്ന ഒറ്റ ജീവി? ചിക്കനാണ് അല്ലേ? കോഴി. അപ്പൊ ഒന്നിക്കൽ പറയും ചിക്കൻ സവായ, ചിക്കൻ സവർമ, ചിക്കൻ തന്തൂരി, ചിക്കൻ മലായ, ചിക്കൻ അത് ഇതൊക്കെ പറയും. അതേപോലെ പേര് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. പേര് മാറുക എന്നല്ലാണ്ട് പടച്ച തമ്പുരാന സത്യന്റെ രൂപത്തിന് കോലത്തിന് യാതൊരു മാറ്റമില്ല. അതിന്റെ സാവിറ സമ്മതിക്കില്ല. ഭാര്യയാണ് പേര് സാവിറ, ഓൾ സമ്മതിക്കൂല. ഓൾ ഈ കോലം തന്നെ ഓൾക്ക് ഇഷ്ടമാണ്, കാരണം പ്രേമിച്ച് കല്യാണം കഴിച്ചാണ്. ആ കഥ നടക്കട്ടെ, പിന്നെ പറയാം. ഇപ്പം എൻ്റെ നാട്ടിൽ കാലടിയറ സ്ഥലമുണ്ട്. എത്താ ചിരിക്കണം, ചിരിച്ചോളി നല്ല കയ്യെട്ടിക്കോളെ ഞങ്ങൾക്ക് ഗുണം ചെയ്യും. അങ്ങനെ എൻ്റെ നാട്ടിൽ കാലടിയറ സ്ഥലമുണ്ട്. കാലടിൻ്റെ ഫ്രണ്ട്, ഇൻറ്റിമേറ്റ് ഫ്രണ്ട് ജാഫർ കാലടി ഉണ്ട്. ഓനെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നിട്ട് ഇങ്ങനെ ഈ പെരുന്നാൾ ഓണം വിശേഷം ഞങ്ങൾ തൽക്കാലം ഞങ്ങൾ പറയാം, ഞങ്ങൾ നാട്ടിൽ കബഡി കളിക്കാന്ന് പറയും. ഇങ്ങനെ കയ്യിലിട്ട് പകട 12 അങ്ങനെ കുറേ കളികൾ കളിച്ചുകൊണ്ടിരിക്കുക. ആ നേരത്ത് കണ്ടിക്കണ് ഒരാൾ പറയണോ ഓടി വരണോ, ഓടി വായോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ബഹളം കേട്ടു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഓട്ടായിട്ട് ഓടിപ്പോയിട്ടാ ഒരു ജീവിതത്തെ കണ്ട, ഒരു വലിയൊരു ജീവി വന്നിട്ട് ആ ഓവുവലത്തിനുള്ളിൽ ചാടിയിട്ടുണ്ട് അറിഞ്ഞു. അപ്പോൾ ജാഫർ നല്ല വിവരമുള്ളതാണ്. ജാഫർ പറഞ്ഞു എന്നാൽ അത് മെരു വയ്ക്കാറ്. ഞങ്ങളുടെ നാട്ടിൽ മെരു 2 ഐറ്റം മെരുണ്ട്. പൂമെരു എന്ന് പറഞ്ഞ മെരുണ്ട്. നമ്മളിങ്ങനെ ഇങ്ങനെ ഇറങ്ങി കഴിഞ്ഞാൽ ഒരു സുഗന്ധമുള്ള സാധനം പുറപ്പെടുവിക്കുക. അതിൻ്റെ പേര് പൂമെരു എന്നാണ്. സാധാ മെരുണ്ട്. സാധാ മെരു ഈ പനമെരു കള്ള് കുടിക്കാൻ കയറുന്ന മെരു എന്നൊക്കെ പറയും. പനമെരുന്ന് കൊണ്ട് കള്ള് കുടിക്കുന്ന മെരു, അങ്ങനെ മെരും കൂടി ഉണ്ട്. അങ്ങനെ ഈ മെരു ഇങ്ങനെ ആണെന്നുള്ളത് ഞങ്ങൾ ഉറപ്പിച്ചു. ഞങ്ങൾ അങ്ങനെ എന്ത് ചെയ്തു, ഈ ഓവലത്തിനെ ഇപ്പോൾ ജാഫർ ഒരു ഐഡിയ പറഞ്ഞു. ജാഫർ ഉണ്ട്, പിന്നെ കാട്ടപ്പ ബഷീർ ഉണ്ട്, അങ്ങനെ 4-5 ആൾക്കാരുണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി എന്ത് ചെയ്യും, ഒരു കാര്യം ചെയ്യാം, നമുക്ക് മെരുവിനെ പിടിക്കണം, ഒരു ഐഡിയ ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ ജാഫർ ഒരു കാര്യം ചെയ്യും, ഓവലത്തിന് അപ്പുറത്ത് കൊണ്ടുപോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ചൂട്ട് കട്ടിച്ചിട്ട് കാണിക്കാം. അപ്പോൾ എന്തായാലും സ്വാഭാവികമായിട്ട് അപ്പുറത്തേക്ക് വന്ന് സാധനം ഒന്ന് ചാടും. ഓക്കെ ഡൺ, ഓക്കെ സെറ്റാണ്, ഐഡിയ റെഡിയാന്ന് പറഞ്ഞാൽ എന്ത് ചെയ്തു, ഇപ്പം കൊണ്ട് ചൂട്ട് കത്തിച്ചെന്ന് കാണിച്ച്. അപ്പോൾ ഞങ്ങൾ ചാക്ക് കെട്ടിപ്പിടിച്ചു. ചാക്കിലേക്ക് ഈ സാധനം വന്ന് ഒരു ഒറ്റ ചാട്ടം ചാടി ചൂട് കൊടുക്കുന്നതിന് കൂടിയിട്ട് അങ്ങനെ ഞങ്ങൾ ചാക്ക് ഭരിഞ്ഞ് കെട്ടി. ഞങ്ങൾ പിന്നെ അടുത്ത ചർച്ചകളാണ് രമേശേട്ടാ, ഭയങ്കര ഗംഭീരമായ ചർച്ച എന്താ വെച്ചാൽ നമുക്ക് ഈ പൂമരുവിനെ ആർക്ക് കൊടുക്കാം? ഭയങ്കര വില കിട്ടുന്ന സാധനമാണ് പൂമരി എന്ന് പറഞ്ഞ സാധനം. കള്ള് ഷാപ്പുകാർക്ക് ഇറക്കാൻ കൊടുത്താലോ, അത് കുഴപ്പമില്ല, വില കിട്ടും. മറ്റൊരു അങ്ങനെ പല ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചർച്ച നടന്ന ഏകദേശം രാത്രി 12-1 മണിയായി. അങ്ങനെ പൂമരിനെ കൊണ്ട് ഞങ്ങൾ കൂട്ടിലാക്കി. ഒരു 12-1 മണിയോട് കൂട്ടിട്ടുണ്ട്. ഞങ്ങളിങ്ങനെ ചർച്ച, ഇങ്ങനെ ഗഹനമായ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തുണ്ട് ഒരു സംഭവം, ശബ്ദം കേൾക്കുന്നു. നോക്കുമ്പോൾ എന്താ, വലിയൊരു കറുത്ത കുറുക്കനാണ് ഈ പൂമരി എന്ന് പറഞ്ഞ് പിടിച്ചത്. ഇതിനൊക്കെ വിറ്റ് എവിടെ കിടക്കുന്നത്, തമാശ കിടക്കുന്ന വെച്ചാൽ ഈ പൂമരി ഒന്ന് ഉറപ്പിച്ച് 4-5 ആൾക്കാർ അവർ പോണൊക്കെ ജീവി വെപ്രാളത്തിൽ ഓടുന്നതൊക്കെ കാഷ്ടടിച്ചാൽ പോയിരുന്നത്. അപ്പോൾ അവരുടെ മണക്കണം, അത് പൂമരി തന്നെ കേട്ടോ, കറക്റ്റ് കണ്ടോ, കറക്റ്റ് മണട്ടോ. അത് ജാഫറൊക്കെ എടുത്ത് കുറച്ച് പൊതിഞ്ഞിട്ട് കടലാസിൽ പിടിച്ചു. വീട്ടിൽ കൊണ്ടുവച്ചാൽ നല്ല സുഖമുണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ ഇന്നും അത് സോക്കേച്ചിരിക്കുന്നത് ഒഴിവാക്കാൻ പറ്റിയിട്ടില്ല, അറപ്പ് കാരണം. അങ്ങനെയൊക്കെയാണ്. പിന്നെ എൻ്റെ നാട്ടിൽ വേറെ സംഭവം ഉണ്ടായി. ഞങ്ങളുടെ നാട്ടിലുണ്ട് സുക്കൂർക്ക എന്ന് പറഞ്ഞ ആളുണ്ട്. സുക്കൂർക്കാന്റെ പേരിൽ ഒരിക്കൽ കണ്ടിരിക്കണം, പ്രതീക്ഷിക്കാതെ നിൽക്കുന്ന സമയത്ത് കോടതിയിൽ നിന്ന് 25,000 ഫൈന്. കോടതിയിൽ നിന്ന് 25,000 ഫൈന് വെറുതെ വന്ന് ചാടിക്കുക. അങ്ങനെ സുക്കൂർക്ക ഒരു അങ്ങനെ ആൾക്കാരൊക്കെ കൂട്ടി നേരെ കോടതി ചെന്ന് സുക്കൂർക്ക ചോദിച്ചു എന്താ സംഭവം എന്നൊക്കെ ചോദിച്ചു. സുക്കൂറിനെ കണ്ടോടുകൂടി ജഡ്ജി എന്താക്കി, ജഡ്ജി ക്ഷമിക്കണം കേട്ടോ, സോറി, സുക്കൂർ എന്ന് പറഞ്ഞ ആളല്ലേ, മകൻ മാറി 1.5 ലക്ഷം മുപ്പർക്ക് നഷ്ടപരിഹാരം അങ്ങോട്ട് കൊടുക്കുക കോടതി. സുക്കൂറിനെ കണ്ടോട് കൂടിയിട്ട് എന്താ സംഭവം എന്നറിയോ, അതാണ് സസ്പെൻസ്. ഈ സുക്കൂർ എന്ന് പറഞ്ഞ ആൾ പാവം തീരെ വയ്യാത്ത ആളാ. മൂപ്പര് ഇങ്ങനെയൊക്കെ നടന്നു പോകുന്ന ഒരു മനുഷ്യനാണ്. മൂപ്പരെ പേരിൽ കോടതിയുടെ ശിക്ഷ എന്താണെന്നറിയോ, സൈക്കിൾമ ഓവർലോഡ് വെച്ചെന്ന് പറഞ്ഞിട്ടാണ് ശിക്ഷ ഉണ്ടാക്കിയത്, പെറ്റീഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ജഡ്ജി പറയും സ്വന്തമായിട്ട് നീച്ചടക്കാൻ പറ്റാത്ത ഈ സാധു എങ്ങനെയോടെ പൊന്നാര ചങ്ങാതി ഈ പ്രശ്നം ഉണ്ടാക്കാം. അപ്പോൾ എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ പോലീസ് പിടിക്കുക, അതല്ലെങ്കിൽ ഒരു ചീട്ടടിക്കുമ്പോൾ പോലീസ് പിടിച്ചാലൊക്കെ എന്താ ചെയ്യുക, സുക്കൂർ PC ചെറുക്ക വിളപ്പിൽ എല്ലാവരും അഡ്രസ്സാണ് കൊടുക്കുക. ഞങ്ങളുടെ നാട്ടുകാർ മുഴുവൻ അഡ്രസ്സാണ് കൊടുക്കുന്നത്, സുക്കൂറിൻ്റെ അഡ്രസ്സ്. സുക്കൂർക്ക എന്ത് തന്നെ കോടതിയിൽ ഇറങ്ങാൻ നേരമില്ല. അങ്ങനെ ഞങ്ങളുടെ നാട്ടിൽ വേറെ കഥ ഉണ്ടായി. സുക്കൂറിൻ്റെ അനിയൻ്റെ മുമ്പ് നാടൻ പണിക്ക് പോണ ആളാണ്. നാടൻ പണിച്ച് ഞങ്ങളുടെ നാട്ടിൽ സുക്കൂറിൻ്റെ അനിയനക്ക് ഒഴിവുണ്ടെങ്കിൽ പണിയെടുക്കുള്ളൂ. സുക്കൂറിന് ഇങ്ങനത്തെ കേടാണെങ്കിൽ സുക്കൂറിൻ്റെ അനിയൻ ചെറിയൊരു വേവ് കുറവാണ്. വേവ് കുറവ് മനസ്സിലായി, വിശാലായിട്ട് മനസ്സിലായോ? വേവറവ് എന്ന് പറഞ്ഞാൽ അതാണ് ഞങ്ങളുടെ നാട്ടിൽ മൊയന്ത് എന്ന് പറയും, ചെറിയൊരു വോൾട്ടേജ് കുറവുള്ള ആളാണ്, അതാണ് വേവറവ്. അപ്പോൾ ഇവർക്ക് അറിയാം, അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ പറഞ്ഞുതരാൻ കാരണം. അങ്ങനെ സുക്കൂറിൻ്റെ അനിയൻ്റെ പേര് ജബ്ബാർ എന്നാണ്. അപ്പോൾ മൂപ്പരിൻ്റെ മൂത്താപ്പാൻ്റെ വീട്ടിലേക്ക് പണിക്ക് വന്ന്, വലിയ തെങ്ങും പറമ്പാണ്, 1 ഏക്കർ തെങ്ങും പറമ്പുണ്ട്. എൻ്റെ മൂത്താപ്പ അവിടുത്തെ ഒരു പ്രഗത്ഭ ഒരാളാണ്. അങ്ങനെ തെങ്ങും പറമ്പിൽ പണിക്ക് വന്ന് 1 ഏക്കർ പറമ്പുണ്ട്. അപ്പോൾ സുബനെ ഇവിടെ വിളിച്ചു, എന്താ നമുക്ക് കളക്കാൻ കരാർ എടുക്കില്ല? പിന്നെ എന്താ കളക്കാൻ കരാർ എടുക്കാം, എന്താ? അപ്പോൾ പിന്നെ ഒരു വീടൊക്കെ വിളിച്ച് കുറേ നേരം ഇങ്ങനെ ആലോചിച്ച് 1 ഏക്കർ പറമ്പാണത് ആലോചിക്കണേ. വീടൊക്കെ വിളിച്ച് പറഞ്ഞു, നിങ്ങൾ കാര്യം ചെയ്തോളി, ഒരു 130 ഉറുപ്പ്യ ഞാൻ കളച്ചോളാന്ന്. അന്ന് മെയിൻ പണിക്കാർക്ക് 750 ഉറുപ്പ്യയുടെ കാലമാണ് അന്ന് പെർ ഡേ. അങ്ങനെയാണ് 1 ഏക്കർ കളക്കാൻ 130 ഉറുപ്പ്യക്ക് മുപ്പര് കരാറെടുത്തു. അങ്ങനെ ദിവസം വരുമ്പോൾ മൂത്താപ്പം എന്ത് ചെയ്യും, പാവല്ലേ എന്ന് വെച്ചിട്ട് എന്ത് ചെയ്യും, ദിവസം മുപ്പര് 600 രൂപ പ്രകാരം മുപ്പര് കൊടുക്കും. ഇപ്പം ഇങ്ങനെ നൊസ്സായിട്ട് പറഞ്ഞാണല്ലോ, തലക്ക് വെളിവില്ലാത്ത പറഞ്ഞാണല്ലോ എന്നും പറഞ്ഞിട്ട് ലാസ്റ്റ് പണിയെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ കഴിഞ്ഞാൽ അവസാന ദിവസം എൻ്റെ മൂത്തമ്മ പറഞ്ഞു, പാവം പിന്നെ ഒരു കാര്യം ചെയ്യും മോനെ, ആ വേപ്പൻ തൈ, ചെറിയ വേപ്പൻ തൈ, ഞാൻ കുറച്ച് മണ്ണിട്ടാളെന്ന്. അപ്പോൾ എന്താ പറഞ്ഞാരോ, അതിൻ്റെ കരാറി പറഞ്ഞിട്ടില്ലാന്ന്. ഒരു കൈക്കോട്ട് മണ്ണിടാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു അതിൻ്റെ കരാറി പറഞ്ഞിട്ടില്ല, ഞാൻ ചെയ്യില്ല, ഞങ്ങളെ കരാർ എഗ്രിമെൻറ്റിൽ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പണി കഴിഞ്ഞ ദിവസം ഇവരെന്താക്കി, വന്നിട്ട് പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യണം, കണക്കൊന്ന് കൂട്ടണ്ടേ.
എന്താ കണക്കെന്താ കൂട്ടുള്ളൂ ദിവസം എനിക്ക് 600 രൂപ പ്രകാരം ഞാൻ തരുന്നുണ്ടല്ലോ, എന്നാലും 130 രൂപയ്ക്ക് നിങ്ങളൊന്നും തന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഓനനുസരിച്ച് ഇപ്പോൾ 130 രൂപയ്ക്ക് എടുക്കുകയാണ്. ആ കണക്കിലേക്ക് ഒന്നും തന്നിട്ടില്ല, 130 രൂപ വേണം തരാൻ. റാഫി ചേട്ടാ ഓ. അടിപൊളിയായിരുന്നു. താങ്ക് യു നമുക്ക് ചേട്ടന്മാരോട് ചോദിക്കാം. ഓക്കെ, ഓ പിന്നെന്താ. റാഫി ഉഗ്രനായിരുന്നു. റാഫി ഞാൻ പ്രതീക്ഷ പോലെ തന്നെ നല്ല എനർജി ആയിരുന്നു. റാഫിയുടേതായിട്ടൊരു സ്റ്റൈലുണ്ട് Okay, കേട്ടോ. thank you. സന്തോഷം. നല്ലൊരു എന്താണ് ഒരു ബോഡി ലാംഗ്വേജ് ഒക്കെ ആണെങ്കിലും വളരെ രസമുണ്ട് ഓ, റാഫി സന്തോഷം, കേട്ടോ. വളരെ ഇനി ഒരുപാട് കാര്യങ്ങളൊക്കെ അല്ലെ, ചെയ്യാൻ പറ്റും. റാഫിയുടെ കഥയിൽ പറഞ്ഞ മുരി എന്ന് പറഞ്ഞ സാധനം എന്താന്നുള്ളത് നമുക്ക് ശരിക്കും പിടുത്തം കിട്ടിയില്ല കേട്ടോ. റാഫി മുരിയാന്ന് പറഞ്ഞിട്ട് അവർ ഓടി. പൂമരിയോ? മെരു മെരു എന്ന് പറഞ്ഞ ബോംബെയിലൊക്കെ ഒരു യൂബർ പോലത്തെ കാറുള്ള കാര്യം എനിക്കറിയാം. മെരുവോ? മെരു എന്ന് പറഞ്ഞാൽ എന്താ ചേട്ടൻ മനസ്സിലായോ? എനിക്ക് ഇപ്പൊ ഒട്ടും പിടുത്തം കിട്ടില്ല. മെരു എന്ന് പറഞ്ഞാൽ നമ്മളെ ഏകദേശം ഞങ്ങളുടെ നാട്ടിലുള്ള നമ്മുടെ എന്താ പറയാ ഈ പെരിച്ചാടിയൊക്കെ ഇല്ലേ, പെരിച്ചാടിയുടെ ഒരു ബ്രദറായിട്ട്, ഒരു ബിഗ് ബ്രദർ, അതേ മുഖച്ചായം തന്നെയാണ്. മരപ്പട്ടിയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? മരപ്പട്ടിയുടെ എളാപ്പാട മകനായിട്ട്, എളാപ്പാട മകനാണ് ഡയറക്റ്റ് മെരു. മെരു. എടാ ഞാൻ ചോദിക്കുന്നത് വെരുക് എന്ന് പറഞ്ഞ ജീവിയുണ്ട്, അതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതന്നെ ആയിരിക്കും. കാരണം ഇത് 2 തരമുണ്ട്, ഒരു ബ്ലാക്ക് ഉണ്ട്, ഒരു തവിട്ട് കളർ ഉള്ളത്. തവിട്ടുള്ളത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് കീരിയല്ലല്ലോ. കീരിനാരും ചുട്ടു തിന്നൂല. ഈ വെരുകായിരിക്കും. ഈ വെരുകിനാണ്. ഈ വെരുക് എന്ന് പറഞ്ഞ സാധനം കൂട്ടിലിട്ട് റെസ്റ്റ് എടുക്കൂല, അതറിയോ? വെരുകിനെ പോലെ ഇങ്ങനെ വെരുകിനെ പോലെ നടക്കുമെന്ന് നമ്മൾ പറയുന്നത്. ഭയങ്കര നടത്താ പുള്ളി. അങ്ങോട്ട് ഫുൾ ടൈം കൂട്ടിക്കിടന്ന് റൗണ്ട് അടിച്ചോണ്ടിരിക്കും ഈ വെരുക്. ഈ വെരുകിന്റെ ശരീരത്തിൽ ഒരു ഓയിലുണ്ട്, അത് എടുക്കുക അതിനെ വളർത്തുന്നത്. അത് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൂടിനകത്ത് ഇവർ കൂടിന് ഇത്രയും ചെറിയൊരു ബ്ലോക്ക് ഉണ്ടാക്കും, ചെറിയ താഴെ ഒരു കുഴി വെച്ചിട്ട്. ഇത് അതിനിടയിൽ കൂടെ ഞിങ്ങി അങ്ങനെ പോകുമ്പോ ബോഡിയിൽ നിന്ന് കംപ്ലീറ്റ് ഓയിൽ താഴത്തേക്ക് ഇടും. കുറച്ച് കഴിയുമ്പോൾ പുള്ളി തിരിച്ചു പോകും. അങ്ങനെ ഇതിനകത്തോടെ ഈ ക്രോസ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ അതിന്റെ ബോഡിയിൽ നിന്ന് ഈ ഓയിൽ താഴെ ഒരു പാത്രത്തിൽ സ്റ്റോർ ചെയ്തിട്ടാണ് ശരിക്കും ഈ വെരുകിന്റെ പണ്ടുള്ളവര് വെരുകിന്റെ ഇപ്പം ഇതിനെ കുറിച്ച് പറഞ്ഞോണ്ട് ചോദ്യം. മർക്കട മുഷ്ടി എന്ന് പറയുമല്ലോ നമ്മള്. ഇപ്പൊ വെരുകിനെ പോലെ നടക്കുന്നു എന്ന് ഡയാന പറഞ്ഞു. ഞാൻ കേട്ടു ഡയാന അതിനിടയിൽ ഇത് പറയുന്നത്. അല്ലല്ല, എന്തുകൊണ്ടാണ് നമ്മൾ പിടിവാശിക്ക് മർക്കട മുഷ്ടി എന്ന് പറയാനുള്ള കാരണം? അതായത് കൊരങ്ങന്റെ മർക്കട മുഷ്ടി. പിടിവാശി അവന് ഭയങ്കര മർക്കട മുഷ്ടി എന്നേ നമ്മൾ പറയും. എന്തുകൊണ്ടാണ് മർക്കട മുഷ്ടി എന്ന് പറയുന്നത്? ഒരറിവ് അറിയില്ലല്ലോ. കൊരങ്ങൻ പിടിച്ചാ പിന്നെ വിടൂല. ചില സാധനങ്ങൾ കുരങ്ങൻ ആവശ്യമില്ലാണ്ട് പിടിച്ചാൽ വിടൂല. അപ്പൊ എന്താ ചെയ്യുന്ന വെച്ചാൽ പണ്ടുള്ളവര് കുരങ്ങനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇവര് നിലത്തിങ്ങനെ ഹൈറ്റ് ഉള്ള കുഴല് പോലുള്ള സ്ഥലമുള്ള ഒരു താഴെക്കുടം, പുട്ടുംകുറ്റിയില്ലേ, അതുപോലത്തെ പാത്രം, അത് നിലത്ത് കുഴിച്ചിടും. നിലത്ത് കുഴിച്ചിട്ടിട്ട് അതിനകത്ത് ഈ നീളമുള്ള ഒരു വടി അതിനകത്തേക്ക് ഇടും. ഈ വടി ഇങ്ങനെ നേരെ ഇട്ടാൽ അതിനകത്തേക്ക് പോകും. അത് താഴെ വീണ് ചെരിഞ്ഞു കഴിഞ്ഞാല് പിന്നെ അത് വലിച്ചാലെടുക്കാൻ പറ്റൂല്ലോ വടിയ പാത്രത്തിൽ നിന്ന്. മനസ്സിലായോ? പുട്ടിൻകുട്ടിക്കകത്ത് ഒരു ഇത്ര നീളമുള്ള വടി ഇട്ട് കഴിഞ്ഞാൽ അത് നേരെ അതിനകത്തോട്ട് പോകും. താഴെ ചെന്ന് വീണ് കഴിഞ്ഞാൽ പിന്നെ അതേ നമ്മൾ പിടിച്ചത് ഇങ്ങനെ ആയാൽ പിന്നെ മുകളിലോട്ടത് വരൂല. ഈ തുളക്കകത്ത് നിന്ന് കുരങ്ങൻ കൈ ഇട്ടിട്ട് ഈ വടിയെ പിടിക്കും. വടിയെ പിടിച്ചു കഴിഞ്ഞിട്ട് ഇവർ ഈ കുരങ്ങനെ പിടിക്കാൻ വേണ്ടി വരുമ്പോ കുരങ്ങൻ വലിക്കും. കൈവിട്ടാ കുരങ്ങനെ പോകാം, പക്ഷെ കുരങ്ങൻ ഒരു ആവശ്യമില്ലാണ്ട് പിടിവിടാതെ അവിടുന്ന് പോകാൻ നോക്കി മരിച്ചാലും പുള്ളി പിടിപിടിയാ. അങ്ങനെയാണ് കുരങ്ങനെ പിടിക്കാൻ വേണ്ടി ചെയ്യുന്നത്. അങ്ങനെ ഒരു മരിച്ചാൽ ഈ കുരങ്ങൻ ഈ പിടിവിട്ടാ രക്ഷപ്പെടാം. അതാണ് നമ്മൾ ആവശ്യമില്ലാണ്ട് വാശി പിടിക്കുന്നതിനെ മർക്കട മുഷ്ടി എന്ന് പറയുന്നത്. ഈ ഒരു അറിവും കൂടെ. എന്തുകൊണ്ടാണ് 8ന്റെ പണി എന്ന് പറയുന്നത്? 4ന്റെ പണി 6ന്റെ പണി എന്നൊന്നും പറയാറില്ലല്ലോ. പറ. 8ന് തുടക്കവും അവസാനവും ഇല്ലാത്തോണ്ടാണോ? കറക്റ്റ് ആണ്. അത് മാത്രം അറിയാം. പണിയുടെ കാര്യം പറഞ്ഞാൽ അറിയാം. കാരണം ബാക്കി എല്ലാ അക്ഷരങ്ങൾക്കും നമ്മൾ ഏത് അക്ഷരം എടുത്താലും അതിനൊരു വാതിലും ഒരു എക്സിറ്റും ഉണ്ട്. ഇങ്ങനെ 4 എന്ന് പറഞ്ഞാൽ ഇതിലേ കയറി നമുക്ക് ഇതിലേ പോവാം. 3 എന്ന് പറഞ്ഞാൽ 3 എക്സിറ്റ് ഉണ്ട്. ഈ 8ന് എക്സിറ്റ് ഇല്ല. 8നകത്ത് കയറി അതിനകത്ത് കിടന്ന് കറങ്ങാൻ മാത്രമേ പറ്റുള്ളൂ, പുറത്തേക്ക് പോകാൻ വഴിയില്ല. അതുകൊണ്ടാണ് 8ന്റെ പണി എന്ന് പറയുന്നത്. അപ്പൊ ചേട്ടാ 0നും ഇല്ലല്ലോ എക്സിറ്റ്? ഇല്ല, പക്ഷെ 0ത്തിന് വാല്യൂ ഇല്ലല്ലോ. 0ന്റെ പണി എന്ന് പറഞ്ഞാൽ പണിയില്ലല്ലോ, ഒരു അക്കം വേണ്ട അതിനകത്ത്. ശരിയാണ്, അതാണ്. ചിലത് അങ്ങനെയുണ്ട്, പറഞ്ഞു കൊടുത്താലും മനസ്സിലാവും. കാണുന്നു. താങ്ക് യു. കാണുന്നുണ്ട്. താങ്ക് യു വെരി മച്ച്. എന്തിനാ താങ്ക് യു പറയുന്നേ? ഈ പ്രോഗ്രാം കാണുന്നുണ്ടെന്നല്ലേ പറഞ്ഞു. താങ്ക് യു സോ മച്ച്. അതല്ല, എന്റെ കള്ളക്കടക്കണിൽ ഗതി കിട്ടാതെ അറിയുന്ന ഒരു ആത്മാവിനെ നാം കാണുന്നു. അയ്യോ, അതല്ല,
ഇതിനടിയിൽ ഞാൻ ഒരു ആത്മാവിനെ കാണുന്നു. അത് നേരത്തെ ഒരാൾ വന്ന് ഇവിടെ പറഞ്ഞതാ ഈ ഐറ്റം ഒക്കെ കേട്ടോ. അത് നമുക്കിപ്പോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അതവിടെ കിടക്കത്തുള്ളൂ. അല്ല കർമ്മം ചെയ്യണം. കർമ്മം ചെയ്യണം എന്ന് പറഞ്ഞാൽ എങ്ങനെ? ഈ സ്ഥലം വിറ്റു, നമ്മൾ മേടിച്ചു. നമ്മളിത് മേടിച്ച് കഴിഞ്ഞ് ഇന്ന് രാവിലെ ഒരാൾ ഗൂഗിൾ മാപ്പും വെച്ച് വന്നിട്ട് ഇപ്പൊ ഇത് എന്റെ സ്ഥലമാണ് എനിക്ക് കൊടുക്കണം എന്നൊക്കെ ഇപ്പൊ വന്ന് പറഞ്ഞാൽ എങ്ങനെ ചെയ്യാൻ പറ്റും? കർമ്മം ചെയ്യണം, അല്ലെങ്കിൽ പ്രശ്നമാണ്. എന്ത് പ്രശ്നം? ആത്മാവ് ഡയാനയുടെ മേത്ത് കയറും, അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും മേത്ത് കയറും. അയ്യോ അല്ല എന്നാ പിന്നെ കർമ്മം ചെയ്തു. അല്ല അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അതൊക്കെ ഇവര് ചുമ്മാ തട്ടിപ്പോ നടക്കത്തില്ല. തട്ടിപ്പൊന്നുമല്ല, നിങ്ങൾ കർമ്മം ചെയ്യാൻ നിങ്ങൾ ആരാണ്? ഞാൻ ചോദിക്കട്ടെ, മറ്റൊരാൾ വന്നിട്ടാണല്ലോ ഇവിടെ ഈ പ്രശ്നം ഉണ്ടെന്നൊക്കെ പറഞ്ഞത്. ഇപ്പൊ നിങ്ങൾ ഇത് എവിടുന്ന് കയറി വന്നതാണ്? ഞാൻ ആത്മാവിനെ തുളയ്ക്കാൻ വേണ്ടി വന്നതാ. തുളയ്ക്കാനോ? അല്ല, തളയ്ക്കാൻ വേണ്ടി വന്നതാ. ആ എടാ, നിങ്ങളോട് നമുക്കൊന്നും സംസാരിക്കാനില്ല കേട്ടോ. ഓ മിസ്റ്റർ, അങ്ങനെ നിങ്ങൾ അങ്ങനെ ആധികാരികമായി സംസാരിക്കല്ലേ. എന്താ ഇത് ഞങ്ങളുടെ സ്ഥലമല്ലേ? ഞങ്ങൾ പറഞ്ഞു നിങ്ങളുടെ സ്ഥലം ആയിക്കോട്ടെ, പക്ഷെ ഇതിനൊരു പൗരാണികമായ ഒരു അവകാശം എനിക്കുണ്ട്. എന്റെ എന്ന് പറഞ്ഞ ഇവിടെ പ്രോഗ്രാം നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ അല്ല, മിസ്റ്റർ? ഞാൻ വിട്ട ആളാണ്. ഞാൻ വെറുതെ ഒന്നും ആളെ വിടില്ല. ഇതിപ്പോ ഒരു സമൂഹത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. അതെ, നിങ്ങൾ നിങ്ങളുടെ കർമ്മം ചെയ്യും, നമുക്ക് നോക്കാം. നമുക്ക് നോക്കാലോ. പ്രജട 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 ദുർഗട 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 കബഡി 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 ചെപ്പടിച്ച പൊളിക്കാൻ ഇവിടെ കബഡി കളിക്കാൻ എന്നോട് കബഡി നിരത്തിയിട്ട് കർമ്മം ചെയ്യാൻ ഞാൻ പറഞ്ഞു. അല്ലല്ല, അയാൾ എന്താ കബഡി 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 എന്ന് കബഡി പറയുന്നുണ്ടല്ലോ. നിരത്തട്ടെ എന്ന് ചോദിച്ചായിരിക്കും. അല്ലല്ല, എന്താ കബഡി എന്ന് പറഞ്ഞത്? കബഡി നിരത്തട്ടെ. കബഡി നിർത്തണോ? ഇതിപ്പോ പറഞ്ഞു കുഞ്ഞിനും കുറ്റ അടിച്ച പരിപ്പറക്ക് ഞാൻ കുഞ്ഞിനും കുത്തുകയല്ല, നീ എന്നെ അടിക്കടാ. പിന്നെ ഞാൻ അടിക്കാതെ എന്റെ കൂടെ ഒന്ന് എല്ലാ കാര്യം ചെയ്തരാന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് കാല് പറയണേ. എന്റെ പൊന്നേട്ടന്മാരെ, അവിടെ കബഡി കളിച്ചോണ്ടിരിക്കുന്ന എന്നെ പിടിച്ച് ഇവിടെ വന്ന് എന്തെങ്കിലും തക്കര തകരിക്കണ പരിപാടി കാണിച്ച് ഈ ബോഡി കുഴിച്ചെടുക്കണം എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന ഈ ചെങ്ങായി, നിങ്ങളായി നിങ്ങളെ പാടായി ഒന്ന് പോടുന്നു. അമ്മാവന്റെ ആത്മാവിനെ കാണാനുള്ള ഒരു ആഗ്രഹം കൊണ്ടാ. കുഴിച്ചോട്ടെ, ഒന്നുകൂടി ഒന്ന് ആലോചിക്കാം. ഒന്നും ആലോചിക്കാനില്ല, പോ കേട്ടോ കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത സ്റ്റാൻഡപ്പ് പെർഫോമൻസിലേക്ക്. ആ മോളെ ഡയാന, അടുത്ത പെർഫോമർ വരുമ്പോൾ അങ്ങോട്ട് മാറി നിന്ന് കോമഡി പറയാൻ പറയണം. അതെന്തിനാ? അമ്മാവന്റെ നെഞ്ചത്ത് ചവിട്ടി നിന്ന് കോമഡി പറയുന്നത് കേൾക്കാനുള്ള ശക്തി ഇല്ലാത്തതുകൊണ്ടാ. ഒന്നുകൂടി സ്റ്റാൻഡപ്പ് പെർഫോമൻസുമായിരുന്നു കാസർഗോഡ് നിന്ന് ആസിഫ്. ആസിഫ്, ലോങ് ടൈം. സുഖാണോ? ഇന്ന് പ്രത്യേകതകളുള്ള ഡ്രസ് ഒന്നും ഇട്ടില്ല? ഇല്ലില്ല. അകത്തെന്താ കാണുന്ന കീടാണുക്കളോ? എന്താ നാട്ടാരേ ചിരിക്കണേ, ഡയന കോമഡി പറഞ്ഞേ. നാട്ടാരേ ചിരിക്കണേ, ഡയന കോമഡി പറഞ്ഞേ. പക്ഷെ ഷർട്ട് കണ്ടാൽ നിനക്ക് ഇടിമിന്നലേറ്റെന്ന് തോന്നും. മൊത്തം കേറി പറഞ്ഞിരിക്കുക. ആസിഫേ, ആസിഫ് വന്നാൽ ഞങ്ങൾക്ക് ഭയങ്കര പ്രതീക്ഷയാണ് കേട്ടോ. ആസിഫിന്റെ പല പ്രകടനം മാത്രമല്ല, ഇവിടെ സാധാരണ എല്ലാവർക്കും വളരെ ഫോർമൽ ആയിട്ടുള്ള കോട്ടുകളാണ് ലഭിക്കുന്നതും ഇടുന്നതും കിട്ടുന്നതും ഒക്കെ. പക്ഷെ ആസിഫ് വരുമ്പോൾ മാത്രം ഇത്ര കാഷ്വൽ ആയിട്ടുള്ള ഒരു കോട്ടൊക്കെ ഇട്ട ഒരാൾ നമ്മുടെ ഫ്ലോറിൽ നിൽക്കുക എന്ന് പറയുന്നത് വളരെ ഗംഭീരമായിട്ടുണ്ട് ഇന്നത്തെ ഡ്രസ്സും. അതല്ല, എൻ്റെ ആൾക്കാർ കോമഡിക്കല്ല വെയിറ്റ് ചെയ്യുന്നത്, ഡ്രസ്സിനാണ് വെയിറ്റ് ചെയ്യുന്നത്. ഓ, ഡ്രസ്സ് കാണാൻ വേണ്ടിയാണ് ഇത് വെയിറ്റ് ചെയ്യുന്നത്. അല്ല, യൂട്യൂബർ ഞാനിങ്ങനെ കമന്റ് കാണും, ഇവന്റെ കോമഡിനേക്കാളും ഇഷ്ടം എനിക്ക് ഇവന്റെ ഡ്രസ്സാണ്. പിന്നെ വിചാരിച്ചു ഇനി ഡ്രസ്സിൽ തന്നെ മുന്നോട്ട് പോകാൻ, കോമഡിയിൽ കാര്യമില്ല. അപ്പൊ ഈ എപ്പിസോഡ് കഴിയുമ്പോ അങ്ങനെ പറയിപ്പിക്കരുത്, കോമഡി നല്ലതാണെന്ന് പറയിപ്പിക്കണം. തീർച്ചയായും പറയിപ്പിക്കുവോ? ശ്രമിക്കാം. അപ്പൊ ശ്രമിക്കുക കേട്ടോ, അടിപൊളിയാവട്ടെ. ഞാനേ ഈ സ്റ്റുഡിയോയിൽ കയറിയിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ടെൻഷൻ അടിച്ചിരിക്കാം. അപ്പോൾ ഒരു ചേട്ടൻ എന്നോട് ചോദിച്ചു, ആ ചേട്ടനാണ്. ആ ചേട്ടനെ ചോദിച്ചു, എന്താ മോനെ ടെൻഷൻ അടിച്ചിരിക്കുന്നത്? ഞാൻ പറഞ്ഞു, അല്ല കോമഡി വർക്കൗട്ട് ആവുന്നുള്ളൊരു പേടിയുണ്ട്. നീ ഒന്നും പേടിക്കണ്ട, നിന്നെ കണ്ടാൽ തന്നെ ഒരു കോമഡിയാണ്, നീ സ്റ്റേജിൽ കയറിയാൽ തന്നെ ഒരു കോമഡിയാണ്. ചിരിക്കേട്ടാ. അല്ല, ഞാൻ ഒന്നും പറയണ്ട, ഇവിടെ നിന്നാലേ കോമഡി എന്ന് അറിയില്ല, ചിരിക്കി. ഇപ്പൊ എന്നേക്കാൾ ടെൻഷന് ചേട്ടനല്ല, വെറുതെ ധൈര്യം നമ്മളെ പേടിപ്പിക്കാന്ന്. ഹലോ, എൻ്റെ പേര് ആസിഫ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാനൊരു കാസർഗോഡുകാരനാണ്. ജീവിതത്തിൽ എന്ത് സീരിയസ് ആയിട്ട് ചെയ്താലും കോമഡി ആവുന്ന ഒരാളാണ് ഞാൻ. ഇവിടെ എത്തിയത് വരെ അങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ മാസം ഞാനൊരു ഖത്തർ എയർവേസിൻ്റെ ഇൻ്റർവ്യൂ ചെയ്തു. ഓൺലൈനിലാണ് ഇൻ്റർവ്യൂ. അങ്ങനെ ഞാൻ അറ്റൻഡ് ചെയ്തതിന് മുമ്പ് എൻ്റെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നോക്കാൻ വേണ്ടി സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. ഇൻ്റർവ്യൂ എല്ലാം കഴിയുമ്പോൾ എൻ്റെ ഫോണ് എൻ്റെ അനിയൻ മേടിച്ചുകൊണ്ട് പോയി. ഓൺലൈൻ ക്ലാസ് ഉള്ളതുകൊണ്ട് എൻ്റെ അനിയൻ ഫോൺ മേടിച്ചുകൊണ്ട് പോയി. ഈ വീഡിയോ അവൻ്റെ ഏതോ ഗ്രൂപ്പിൽ ലീക്കായി, അങ്ങനെ വൈറലായി. അങ്ങനെ ഞാൻ ഈ ഖത്തർ എയർവേസിൻ്റെ HR മാനേജർ ഉത്മാൻ അൽ മിൻഹാസിൻ്റെ കോളും കാത്തിരുന്ന് എന്നെ വിളിച്ചത് കാക്കനാട് നിന്നും മിഥുൻ ചേട്ടനായിരുന്നു. പിന്നെ ഫൺസ് അപ്പോൺ ടൈമിലേക്ക് സെലക്ഷൻ ചെയ്തിട്ടുണ്ട്.
നമ്മുടെയൊക്കെ ചെറിയ കാലത്ത് ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു ചോദ്യമാണ്, മോനെ വലുതാകുമ്പോൾ നിനക്ക് എന്താകണം? എനിക്കങ്ങനെ പ്രത്യേകിച്ച് വലിയ ആഗ്രഹങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേക്ക് ഏതെങ്കിലും ഒരു പെൺകുട്ടീൻ്റെ നിന്ന് പൂ കിട്ടണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എവിടുന്ന് നമുക്കെല്ലാം പൂ കിട്ടണമെന്നുണ്ടെങ്കിൽ ഫെബ്രുവരി 13 മരിക്കേണ്ടി വരും. അങ്ങനെ ഒരു ദിവസം ക്രിസ്ത്യാനോ റൊണാൾഡോൻ്റെ കളി കണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഫുട്ബോളിലേക്ക് ഇറങ്ങാം. അങ്ങനെ ഞാൻ എൻ്റെ നാട്ടിൽ BFC ഭദ്രാനഗർ എന്ന ക്ലബ്ബിലേക്ക് ഞാൻ പോയി. അന്ന് എനിക്ക് 7-ാം നമ്പർ ജേഴ്സി തന്നില്ല. 7-ാം നമ്പർ ജേഴ്സി തരാത്തതുകൊണ്ട് ഫുട്ബോളിൽ നിന്ന് ഞാൻ അന്ന് തന്നെ വിരമിച്ചു. അങ്ങനെ ഞാൻ പിറ്റേന്ന് നേരെ കാസർഗോഡ് ടൗണിലേക്ക് പോയി. ടൗണിൽ പോയിട്ട് ആടെ ഇങ്ങനെ ഒരു ഇന്നോവ കാർ, സ്പീഡിലൊരു ഇന്നോവ കാർ പോകുന്നു. ഫ്രണ്ടിലും പോലീസ്, മുന്നിലും പോലീസ്, ഫുൾ പോലീസ്. അപ്പോൾ ഞാൻ അപ്പുറത്തെ ഒരു ഇച്ച ഉണ്ടായി. ഇച്ചനോട് ചോദിച്ചു, ഇച്ച എന്ത് സംഭവിച്ചാന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു അതൊരു മന്ത്രി പോവുകയാണെന്ന് പറഞ്ഞു. ഇത് കൊള്ളാല, മന്ത്രിയാണെങ്കിൽ ഫുൾ ടൈം പോലീസ് ഉണ്ടാവും. അപ്പോൾ ഇനി നെക്സ്റ്റ് എൻ്റെ മന്ത്രിയാണോ? അങ്ങനെ എൻ്റെ നാട്ടിലെ വലിയ ഒരു രാഷ്ട്രീയ നേതാവ് ആപ്പെരിയാസ് ഇവൻ്റെ അടുത്ത് പോയി ഞാൻ ചോദിച്ചു, ചേട്ടാ അങ്ങക്ക് മന്ത്രിയാണോ എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി എന്നോട് ചോദിച്ചു വെള്ള ഷർട്ട് ഉണ്ടാവുമെന്ന് ചോദിച്ചു. ഇല്ല, ശരിയാണ്, വെള്ള ഷർട്ടില്ല. ഒന്നും നോക്കിയില്ല. എൻ്റെ നാട്ടിലെ ഏറ്റവും സെലക്ഷനുള്ള കട, ബിഗ് ബ്രാൻഡ്. ഇത് പെയ്ഡ് പ്രൊമോഷൻ ഒന്നല്ല കേട്ടോ. രമേശ് ചേട്ടൻ വിചാരിക്കണ്ട ഇനി ഓണത്തിന് പുട്ട് കച്ചവടം തുടങ്ങിയോന്നോ? അങ്ങനെ ഇല്ല. ഈ തുണിക്കടയിൽ പോയി കഴിഞ്ഞാലുള്ള ഒരു സംഭവമുണ്ട്. സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഏതെങ്കിലും ഒരു ഷർട്ട് ഇട്ട് നോക്കിയാൽ അത് ഇച്ചിരി ടൈറ്റ് ആണെങ്കിൽ ഇവർ പറയും അടുത്ത വാഷിൽ ലൂസ് ആയിക്കോളും എന്ന് പറയും. ഇനി അഥവാ ലൂസാണ് ഇട്ടിട്ടുണ്ടെങ്കിൽ അടുത്ത വാഷിൽ ടൈറ്റ് ആയിക്കോളും എന്ന് പറയും. അങ്ങനെ ഒരു പ്രത്യേക തരം സംഭവം തുണിക്കടയിൽ നടക്കുന്നുണ്ട്. അങ്ങനെ പുള്ളിനോട് പറഞ്ഞു ഒരു വെള്ള ഷർട്ട് വേണോ, വൈറ്റ് ഷർട്ട്. അപ്പോൾ പുള്ളി എനിക്ക് ഒരു പച്ച ഷർട്ട് കാണിച്ചു. ചേട്ടാ എനിക്ക് പച്ച ഷർട്ടല്ല വേണ്ടേ, വെള്ള ഷർട്ടാണ് വേണ്ടത്. അപ്പോൾ പുള്ളി പറഞ്ഞു ഇല്ല, ഒരു വാഷിന് അത് വെള്ളയായിക്കോളും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ഷർട്ടും എടുത്ത് നേരെ വീണ്ടും ആപ്പെരിയാസിൻ്റെ അടുത്ത് പോയി. ആപ്പെരിയാസിൻ്റെ അടുത്ത് പോയിട്ട് ആപ്പെരിയാസിനോട് എലി, ചേട്ടാ ഞാനിതാ വെള്ള ഷർട്ടെല്ലാം ആയിട്ട് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ആപ്പെരിയാസ് പറഞ്ഞു നിനക്ക് അഭിനയിക്കാൻ അറിയുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ചേട്ടാ എനിക്ക് സിനിമാ നടനല്ലാണ്ട് എനിക്ക് മന്ത്രിയാണ് വേണ്ടത് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു സിനിമാ നടക്കാർക്കാണ് മുൻഗണന, കാരണം ജനങ്ങളുടെ മുമ്പിൽ അഭിനയിക്കാനുണ്ട്. ഇവർക്കാണെങ്കിൽ ഓൾറെഡി അഭിനയം പഠിച്ചിട്ട് വരുന്നതാണ്, വേറെ അഭിനയിപ്പിക്കണമെന്ന് വലിയ ആവശ്യമൊന്നുമില്ല, അപ്പോൾ അവർക്കാണ് മുൻഗണന എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ ഇതെന്താ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ ഒപ്പനോടലി നീ സാമ്രാട്ട് തിയേറ്ററിൽ അഭിലാഷ് ചേട്ടനെ പോയിട്ട് കാണും, പുള്ളിയാണ് പടത്തിന് ആളെ കയറ്റുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നേരെ സാമ്രാട്ട് തിയേറ്ററിൽ അഭിലാഷിനെ പോയിട്ട് കണ്ടു. പക്ഷെ അന്ന് ഞാൻ സിനിമയിൽ കയറിയില്ല, രാജമാണിക്യം സിനിമക്ക് കയറി. അങ്ങനെ ഞാൻ പൊരക്ക് തീരാകുമ്പോൾ എൻ്റെ കൂട്ടുകാരൻ ഓന് അങ്ങ് വിളിച്ചിട്ട് പറഞ്ഞ് നാളെ ജിസ് ജോയ് സാറിൻ്റെ പടത്തിൻ്റെ ഓഡീഷനാണ് എറണാകുളത്ത്, ഇന്ന് തന്നെ വിട്ടോന്ന് പറഞ്ഞിട്ട് ട്രെയിനിൻ്റെ ടിക്കറ്റ് തന്നു. അങ്ങനെ ഞാൻ അന്ന് രാത്രി തന്നെ ഫുൾ പാക്കപ്പ് ആയിട്ട് നേരെ ഓഫ് ടു എറണാകുളം, കൊച്ചി വെയിറ്റിംഗ്. അങ്ങനെ ഞാൻ നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോയി ട്രെയിൻ കയറി. S7 സീറ്റ് നമ്പർ 10 കയറിയിരുന്നു. TT വന്നു. TTക്ക് ടിക്കറ്റ് കാണിച്ചു. TT പറഞ്ഞു അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങിക്കോളാന്ന് പറഞ്ഞു. ആന്ത് സാറ്? ഇല്ല, നീ എടുത്ത ട്രെയിനിൻ്റെ ടിക്കറ്റ് മാവേലിയാണ്, നീ കയറിയിരിക്കുന്ന മലബാറാണ്. ഈ സംഭവം എന്ന് വെച്ചാൽ കാസർഗോഡിൽ ഒരു പ്രത്യേകത ഉണ്ട്. അരമണിക്കൂറിൽ ഡിഫറൻറ്റിൽ 2 ട്രെയിനാണ് വിടുന്നത്. 6:30 മണിക്ക് മലബാറും 7 മണിക്കും മാവേലിയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഫസ്റ്റ് തന്നെ ഫുള്ള് നെഗറ്റീവ് അല്ല, ഇപ്പോഴത്തെ സന്തോഷത്തിന് നെഗറ്റീവ് അല്ല, പഴയ നെഗറ്റീവ്, ഒറിജിനൽ. അങ്ങനെ ഞാൻ അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങി. അങ്ങനെ അവസാനം അങ്ങനെയൊക്കെ ആയിട്ട് എറണാകുളം എത്തിയതിന് ശേഷം ജിസ് ജോയ് സാറ് എനിക്കൊരു സംഭവം തന്നു. മണിച്ചിത്രത്തായിൽ ഗംഗ എന്നൊരു സാധനം എന്നോട് ഇത് ചെയ്യുമോ എന്ന് പറഞ്ഞു. അത് പിന്നെ ഇതിൻ്റെ അപ്പുറമല്ല നമ്മൾ ചെയ്യും, ഇതെന്ത്? ഓ പുള്ളി പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഗംഗേ ഈ ഗംഗയെന്ന് വിളിച്ചിട്ടപ്പില്ലേ സാധനം കയ്യിൽ നിന്ന് പോയി. കാസർഗോഡ് കയറിയിട്ട് വന്നു. ഗംഗേ ഈ അടുക്കണ പോന്നെ, ഞാൻ നിങ്ങളോട് ചൊല്ലിയില്ലല്ലോ കാലത്തെ തുണിപ്പായമെങ്ങാനാ ഇവൊക്കെ പോന്നേ, നീ ഇപ്പൊ പോണ്ട. എന്ത് വിശ്വ നിങ്ങൾ അങ്ങനെ ചെല്ലുന്നത്? ഞാൻ നിങ്ങളോട് കാലത്തെ ചൊല്ലിയില്ലല്ലോ, ഞാൻ തുണിപ്പായമെങ്ങാനാ ഇവൊക്കെ പോകുന്നത്, നീ ഇപ്പൊ പോണ്ടാന്നല്ലേ ചെല്ലിയത്. ഞാൻ കുളിച്ചോ നിങ്ങളുടെ ചങ്കിനെ പിടിച്ചിട്ട് ഞാൻ അടുക്കാനെ പിസ്കറു, ഞാൻ ഇപ്പൊ എന്നെ പോവും ഗംഗേ. അങ്ങനെ പിന്നെ അവിടെ നിന്നില്ല, അവർ വിളിക്കാന്ന് പറഞ്ഞു. സാധാരണ ഒഴിവാക്കി എന്നതിൻ്റെ ഒരു മറ്റൊരു വാക്കാന്ന് വിളിക്കാന്ന്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് പോയിട്ട് അപ്പോൾ നാട്ടിലേക്ക് എത്തിയിട്ടാകുമ്പോൾ നമ്മളെ പഞ്ചായത്ത് മെമ്പർ എൻ്റെ അടുത്ത് വന്നിട്ട് ആസിഫ ഇനി അങ്ങനെ ഓഡീഷനൊന്നും പോകണ്ട, സാക്ഷാൽ രാജമൗലി നമ്മളെ പഞ്ചായത്തിൽ വന്നിട്ടുണ്ട്, അടുത്ത പടം ഇവിടെയാണ് പുള്ളി ചെയ്യുന്നത്, നമ്മളെല്ലാവരെയും സിനിമയിലെടുത്തെന്ന് പറഞ്ഞു. ഇത് കൊള്ളാലാന്ന്. അങ്ങനെ 1 മാസമായി 2 മാസമായി രാജമൗലി വന്ന് തിരിച്ച് ഹൈദരാബാദിൽ പോയി ബാഹുബലി ചെയ്തു. എന്നാലും നാട്ടുകാർക്കല്ല ഇങ്ങനെ ഭയങ്കര സംശയം. എന്നാലും രാജമൗലി 2 മാസം ഇവിടെ വന്നിട്ട് പോയതെങ്ങനെ? പിന്നെ സിനിമ റിലീസായതിന് ശേഷമാണ് സംഭവം മനസ്സിലായത്. ബാഹുബലിയിൽ മറ്റേ കാലകൻ നിന്ദ ദോസ്രസ്തൽമി ഹർത്തബസക്രകൈക്ക് നിങ്ക ഒഹിനുസുക്കു ലോക്കേ പുള്ളിക്ക് സ്ക്രിപ്റ്റ് എഴുതാൻ വേണ്ടിയിട്ടാണ് പുള്ളി കാസർഗോഡ് വന്നത്. നന്നായിരുന്നു കേട്ടോ. നമുക്ക് ചേട്ടന്മാരോട് ചോദിക്കാം. ആസിഫെ,
ആസിഫ് വരുമ്പോ നമ്മൾ വിചാരിച്ച ആസിഫിന് ഇച്ചിരി സ്ലോയിലാണോ പറഞ്ഞതെന്ന് എനിക്കൊരു സംശയം തോന്നി. സംശയമായിരിക്കും, ചിലപ്പോ എന്റെ മാത്രം തോന്നലായിരിക്കും. അല്ല, സ്ലോ ആണ്. സ്ലോ ആയിരുന്നു. അതെന്തോ പുതിയ, അതായത് അതോ ഡ്രസ്സിൽ മതി എന്ന് പൂർണ്ണമായിട്ട് തീരുമാനിച്ചിട്ടിരിക്കുവാണോ അതോ കോമഡി വേണ്ടെന്ന് തീരുമാനിച്ചോ? അല്ല, അത് പ്രിപ്പറേഷന്റെ ചെറിയൊരു പ്രശ്നം. പ്രിപ്പയർ ചെയ്യുമ്പോ ചെറിയൊരു പ്രശ്നം. എന്താണ് പ്രിപ്പയർ ചെയ്യുമ്പോ പ്രശ്നം ഉണ്ടായത്? പ്രിപ്പയർഡ് ആയിട്ടാ, അതാണ് പ്രശ്നം. പ്രിപ്പയർഡ് ആയിട്ടാ, അതാണ് പ്രശ്നം. പ്രിപ്പയർ ചെയ്യുമ്പോ ചെറിയ പ്രശ്നം ഉണ്ടായതല്ല, പ്രിപ്പയർ ചെയ്യാത്തതിന്റെ പ്രശ്നമാണ് അല്ലേ? അപ്പൊ കുറച്ചുകൂടെ പ്രിപ്പയർ ചെയ്യും ഇനി വരുമ്പം. തീർച്ചയായും. കാരണം ആസിഫിന് വലിയ ആരാധകരുള്ള ആളാ ആസിഫ്. ആസിഫിനെ കുറിച്ചൊക്കെ ഒരുപാട് പേര് എന്നോടൊക്കെ ഇങ്ങനെ കാണുമ്പോഴേക്ക് സംസാരിക്കും, ആ പയ്യൻ കൊള്ളായിരുന്നല്ലോ, അവൻ ഉഗ്രനായിരുന്നല്ലോ എന്നൊക്കെ. അപ്പൊ ആസിഫ് വരുമ്പോ ഒരു കലകേണ്ടതായിട്ടുണ്ട് കേട്ടോ. അടുത്ത തവണ വേണമെങ്കിൽ കോട്ടിച്ചിട്ട് കുറഞ്ഞാലും കുഴപ്പമൊന്നും കോമഡി കൂട്ടാം. കോമഡി കൂട്ടണം കേട്ടോ. അതിൽ കൂടുതൽ ശ്രദ്ധിക്കണം. ഡ്രസ്സിൽ ശ്രദ്ധ കുറഞ്ഞാലും കുഴപ്പമില്ല. കോമഡി നന്നായാലേ ഡ്രസ്സിൽ കൂടുതൽ ആൾക്കാർ ശ്രദ്ധിക്കുള്ളൂ കേട്ടോ. അപ്പൊ അതുകൊണ്ട് കോമഡിയിൽ കൂടുതൽ ശ്രദ്ധിക്കുക ആസിഫ് അടുത്ത പ്രാവശ്യം കേട്ടോ. ഓക്കെ മോനെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് ആസിഫ് ഫോർ കമ്മിങ്. ഇനിയും വരാം. എക്സലൻസ് അവാർഡ് സെഗ്മെന്റിൽ നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്ന താരം ശബ്ദാനുകരണ കലയിൽ ശ്രദ്ധേയനായ സിനിമയിലും ടെലിവിഷൻ പരിപാടികളിലും ഒക്കെ സ്ഥാനമുറപ്പിച്ച ഹാസ്യകലാകാരൻ ശ്രീ അനൂപ് പാല. സ്വാഗതം ചെയ്യാം ശ്രീ അനൂപ് പാല. അനൂപിനെ സ്വാഗതം. താങ്ക് യു. പെട്ടെന്നൊരു ദിവസം അനൂപിനെ കാണുകയാണ്. അനൂപിനെ അങ്ങനെ ഞാൻ ചെറിയ ചെറിയ വേദികൾ ചെയ്ത് അങ്ങനെ അതല്ല, ഒരു ദിവസം നോക്കുമ്പോൾ ഏതോ നസീർക്കയുടെ കൂടെയോ ഏതോ അല്ല ആരുടെ കൂടെ ആയിരുന്നു അനൂപിനെ ആദ്യം കണ്ടത് ഞാൻ ഓർക്കുന്നില്ല. ഒരു പയ്യൻ വരുന്നു, പയ്യൻ വന്നിട്ട് ഒരു പൊളിക്കാൻ അങ്ങ് തുടങ്ങിയിട്ട് ഉഗ്രൻ ശബ്ദാനുകരണങ്ങൾ, നമ്മൾ ആരും അത്ര എളുപ്പത്തിൽ ചെയ്യാത്ത, അതുവരെ ചെയ്ത് കേട്ടിട്ടില്ലാത്ത ശബ്ദങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നു. അന്ന് ഞാൻ അനൂപിനെയൊക്കെ ശ്രദ്ധിച്ചു. അത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും പെട്ടെന്ന് അനൂപിനെ കണ്ടാൽ ഓർക്കും, അല്ലെങ്കിൽ അനൂപിനെ ഏറ്റവും കൂടുതൽ തിയേറ്ററിൽ ചിരികിട്ടിയ ഒരു വേഷം എന്ന് പറയുന്നത് ആക്ഷൻ ഹീറോ ബിജു എന്ന് പറയുന്ന സിനിമയിൽ ഒരു ചീട്ടുകളി സംഘത്തിനെ ഓടിക്കുന്നുണ്ട്. നെവിൻ ഓടിക്കുമ്പോൾ ആ കൂട്ടത്തിൽ കാല് വയ്യാത്ത ഒരാളായിട്ട് ഓടിക്കൊണ്ട് അനൂപ് പറയുന്നുണ്ട്, സാറേ എന്നെ എപ്പോ വേണേലും പിടിക്കാമല്ലോ, ബാക്കിയുള്ളവന്മാരെ പിടിക്കേ എന്ന് പറഞ്ഞുകൊണ്ട് ഓടുന്ന ആളാണ് അനൂപ് പാല. അനൂപ്, എന്തുണ്ട് മിമിക്രി വിശേഷങ്ങൾ? പുതിയത് കുറെ പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. പഴയതെല്ലാം ക്ലാരിറ്റി പോകാതെ നോക്കുക എന്നുള്ള, പഴയതിന്റെ ക്ലാരിറ്റി പോകാതെ നോക്കുന്നു, പുതിയതിന്റെ പരീക്ഷണം നടക്കുന്നു. വലിയ കാര്യമാണത്. ഒരുപാട് ചെയ്യുന്നതിലല്ലേ ചെയ്യുന്നത് ആൾക്കാരിലേക്ക് എത്തുന്നതിൽ. ഞാൻ ശരിക്കും പറഞ്ഞ ഒരുപാട് സാധനം ചെയ്തിട്ട് അവര് പറയും ഇത് വേണ്ട, വേറെ സംഭവം മതി. അതായത് കുറെ അങ്ങനത്തെ കൂട്ടുകാരുണ്ട് പറഞ്ഞു തരാനായിട്ട്. അതായത് മോശമാണെങ്കിൽ മോശമാണെന്ന് പറഞ്ഞു തരാനുള്ള കൂട്ടുകാരുള്ളതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ. ഞങ്ങൾക്കൊക്കെ മോശം മാത്രം പറയുന്ന കുറെ കൂട്ടുകാരുണ്ട് അല്ലേ? അനൂപിന്റെ പ്രകടനം ചേട്ടനും കണ്ടിട്ടുണ്ടോ? സ്റ്റേജിൽ കണ്ടിട്ടുണ്ട്, ഇഷ്ടം പോലെ ചെയ്തിട്ടുണ്ട്. അനൂപ്, വേറെ പുതിയ സിനിമകൾ വിശേഷങ്ങൾ? പുതിയത് ഒന്ന് രണ്ടെണ്ണം ഇങ്ങനെ പറഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട്. അത് കോവിഡിന്റെ സമയത്ത് കുറച്ച് നീണ്ടൊക്കെ പോയി. അതെ. അനൂപിന്റെ പ്രകടനങ്ങൾ എന്തെങ്കിലും ഉണ്ടോ അനൂപ് ഞങ്ങൾക്ക് വേണ്ടി ഇന്ന്? തീർച്ചയായിട്ടും നമ്മുടെ ശരിക്കും ഞാൻ സലിമേട്ടനെ അനുകരിച്ചുകൊണ്ടാണ് മിമിക്രിയിലേക്ക് വരുന്നത്. അതെ, സലിമേട്ടന്റെ ശബ്ദം ഒന്ന് ചെയ്യാം. അതെ, അദ്ദേഹത്തിന്റെ ശബ്ദത്തിന് ഡയലോഗുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. നാടക ഡയലോഗുകൾ പോലെ ഒരു വേരിയേഷൻ ഉണ്ട്. അതായത് ചട്ടമ്പിനാട് എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് അദ്ദേഹം വാ തുറന്നു കഴിഞ്ഞാൽ നമ്മൾ ചിരിക്കും. അതിനകത്ത് ഒരു ഹിറ്റായ ഒരു ഡയലോഗ് ഉണ്ട്. ഇന്നലെ കാവിൽ കഥകളി കാണാൻ പോയില്ലായിരുന്നുവെങ്കിൽ എന്താക്കുമായിരുന്നു ആശാന്റെ മക്കളുടെ കത്ത് എന്നും ഈ വരാന്തേക്കൾ തുടങ്ങി ഞാൻ ഒരിറ്റ സ്നേഹത്തിന് നടത്തറ വാസിന്റെ വീട്ടിൽ പോയില്ലായിരുന്നുവെങ്കിൽ എന്താക്കുമായിരുന്നു എന്റെ കത്ത്. കേക്കാം കേക്കാം മല്ലയെന്ന് വിളിച്ചേ ഞങ്ങളോട് വേണ്ടായിരുന്നു മല്ലയ്യ, വേണ്ടായിരുന്നു. ഇനി നമ്മുടെ ബാബുരാജ് ചേട്ടൻ, അദ്ദേഹത്തിന് ഒരു പ്രത്യേക ക്യാരക്ടർ ചെയ്തൊരു വേഷമാണ് നമ്മുടെ സോൾട്ട് ആൻഡ് പെപ്പർ എന്ന് പറഞ്ഞ. ശശിയേട്ടാ ഇതൊന്നും എടുത്തരേ, മല്ലിപ്പൊടി 100, മുളക് പൊടി 50, ഉള്ളി 1 കിലോ, 2 രാധാസ്. സാറ് പോയിട്ട് എത്ര ദിവസമായി? മിനിഞ്ഞാന്ന് സാറ് വരുന്നു കരുതി നല്ല നാടൻ കോഴിക്കറി ഉണ്ടാക്കി വെച്ചു. എന്നിട്ടെന്താ ഞാൻ തന്നെ കഴിച്ചു തീർത്തു. സാറിന് മൊബൈൽ ഫോൺ വാങ്ങിക്കൂടെ? അല്ലെങ്കിലും കുടിയന്മാർക്ക് ചോദിക്കാനും പറയാനും ആരും ഇല്ലല്ല. ഈ കൂടെ തന്നെ കോമഡി സിനിമകളിലേക്ക് വഴിമാറിയ ആളാണ് നമ്മുടെ ഭീമൻ രഘുചേട്ടൻ. അദ്ദേഹത്തിന്റെ ആ പഴയകാല ശബ്ദം എന്ന് പറഞ്ഞാൽ അറിയാലോ ചേട്ടൻ. വരണം ശ്രദ്ധയുടെ തന്നെ ഞാൻ കാത്തിരിക്കുമായിരുന്നു. എന്നെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത നീയാണെന്ന് അറിഞ്ഞത് മുതൽ വിനാശകാലേ വിപരീത ബുദ്ധി. അദ്ദേഹം കോമഡി സിനിമകൾക്ക് വഴിമാറിയപ്പോഴത്തേക്കും അദ്ദേഹത്തിന്റെ ആ ശബ്ദം അങ്ങ് വേറൊരു ടോണിലേക്ക് മാറി. ഭാവം മാത്രമല്ല, ശബ്ദവും ഒരു ചേഞ്ചായി. കോമഡി സിനിമകളിലെ വോയിസ് ഏകദേശം ഇങ്ങനെയാ. നിനക്ക് പഴയകാല വില്ലന്മാരെ പൂച്ച വളരേ, അളിയോ ചതിക്കല്ലേ, അളിയനെ ഈ കൊട്ടാരത്തിൽ കൊണ്ടുവന്ന ഇപ്പൊ ഞങ്ങള് കൊട്ടാരത്തിന് വെളിയിലും അളിയൻ അന്തപ്പുരത്തിലും, അളിയോ ചതിക്കല്ലേ.
പിന്നെ നന്നായിട്ട് പാട്ട് പാടുന്ന ആളാണ് നമ്മുടെ ബിബിൻ ചേട്ടൻ. ഈ അടുത്ത് ഹിറ്റായ ദർശന എന്ന് പറയുന്ന ഗാനം ചേട്ടൻ പാടുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും നോക്കാം. ചേട്ടൻ പാടിയിട്ടുണ്ടോന്ന് എനിക്കറിയത്തില്ല, അതെങ്ങനെയായിരിക്കും ഞാൻ ശ്രമിക്കുകയാണ്. നെഞ്ചിൽ പൂക്കും പ്രളയശലഭമിത ദർശന സർവം പദാഹിൻ സായുജ്യം ദർശന എൻ ജീവന സായുജ്യം ദർശന പ്രേമാമൃതം എന്നിലേകു ദർശന. അല്ല, ഇവ രഘുചേട്ടൻ പാടുന്നത് പറഞ്ഞുകൊണ്ടുള്ള ഒരു അനുഭവം പറഞ്ഞിട്ടുണ്ട്. രഘുചേട്ടൻ ഞാൻ എഴുതിയ ഒരു ജയറാമേട്ടൻ്റെ ഒരു ഷോ, ഒരു വലിയ ഫിലിം അവാർഡ്സ് തുടങ്ങാൻ പോവുകയാണ്. ആ ഫിലിം അവാർഡ്സിൽ ഒരു 40 മിനിറ്റ് സെഗ്മെന്റ് ജയറാമേട്ടൻ്റെ ഒരു ഷോ ഉണ്ട്. അതിലൊരു വേഷത്തിൽ രഘുചേട്ടനുണ്ട്. അപ്പോൾ ഈ ഫിലിം അവാർഡൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് 6 മണിക്കൊക്കെ തുടങ്ങിയ വെളുപ്പിന് 4 മണി വരെയാണല്ലോ അവൈലബിൾ ആൾക്കാരെ വെച്ചിട്ടൊരു പ്രെയർ ഉണ്ടാവും എപ്പോഴും. അപ്പം ഫിലിം അവാർഡ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് അതിൻ്റെ ഡയറക്ടർ വന്നു, എല്ലാവരും ഒരു പ്രയർ നമുക്ക് തുടങ്ങാൻ പോവാണ്, ഇപ്പോൾ തുടങ്ങണം, 6 മണിയായി ലൈറ്റ് പോയി തുടങ്ങാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ സ്കിറ്റിൻ്റെ ആൾക്കാരുണ്ട്, കുറച്ച് ഡാൻസിൻ്റെ ആൾക്കാർ നിൽക്കുന്നുണ്ട്, ജയറാമേട്ടനുണ്ട്, ഞങ്ങളെല്ലാവരും ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഞങ്ങൾ കുറച്ച് പേര് ചെന്നു, ഭീമൻ്റെ ചേട്ടൻ ഒരു എസ്ഐയുടെ വേഷമൊക്കെ ഇട്ട് അവിടെ നിൽക്കുന്നുണ്ട്. ഓക്കെ, പ്രയർ എന്ന് പറഞ്ഞാൽ സാധാരണ സ്റ്റേജിൻ്റെ പിറകിൽ എല്ലാവരും ഇങ്ങനെ സൈലൻ്റ് ആയിട്ട് നിന്ന് കണ്ണടച്ച് നിന്ന് ഒരു മിനിറ്റ് പ്രാർത്ഥിച്ചിട്ടാണ് ഷോ തുടങ്ങുന്നത്. ഓക്കെ, എല്ലാവരും എത്തി അസംബിളായി റൗണ്ടായിട്ട് നിന്നു. അപ്പം അദ്ദേഹം പറഞ്ഞു, നമ്മുടെ ഷോ തുടങ്ങുകയാണ്, ഇനി നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കണം, പരമാവധി ആൾക്കാർ സ്റ്റേജിൻ്റെ അടുത്ത് തന്നെ നിൽക്കണം, പെട്ടെന്ന് എന്തെങ്കിലും വന്നാൽ കയറാൻ റെഡിയായിട്ട് നിൽക്കണം, അങ്ങനെ എല്ലാ ഇൻസ്ട്രക്ഷനും തന്നിട്ട് പുള്ളി പറഞ്ഞു ഓക്കെ പ്രയർ എന്ന് പറഞ്ഞ് എല്ലാവരും കണ്ണടച്ചങ്ങ് നിന്നപ്പം ആ സൈലൻസിൽ രഘുചേട്ടൻ ഗജാനനം ഭൂതഗണാതിസേവിതം, അത് എസ്ഐയുടെ കോസ്റ്റ്യൂമിൽ തൊപ്പിയിട്ട് നിന്നിട്ട് ഒരു പ്രയർ പൊളിഞ്ഞു പോയി. പ്രയർ പൊളിഞ്ഞ് ഞാൻ നോക്കുമ്പോ ജയറാമേട്ടൻ എന്നും പറഞ്ഞൊരു ഒറ്റ ഓട്ടം സൈഡിൽ നിന്ന് 4 ചെതറി ഓടി പ്രയർ പൊളിഞ്ഞിട്ട് എല്ലാവരും കൂടെ. ഓക്കെ, പറഞ്ഞെന്നുള്ളൂ ഈ സമയത്ത്. ഇനി അടുത്തത് നമ്മുടെ ശശി കലിംഗ ചേട്ടന്റെ ശബ്ദം. അതെ, ഇത് കുറച്ച് വരാല കൊടമ്പടി ഇട്ട് വെച്ചാ കിടക്കും. നമ്പരത്തെ പോലെ ദീപ്തിയുടെ പ്രസവായിന്ന്. കൊച്ചിന്റെ അച്ഛൻ്റെ രമേശാണോ ബാബു ആണോ നിന്നറിയാം. നിന്നോട് ഞാൻ ആ പച്ചക്കോടലിൽ ചുമന്ന മത്ത് പിടിപ്പിച്ച പാർട്ടി വേറെ എടുത്തോണ്ട് വരാല്ലോ പറഞ്ഞ അന്തോണി ബ്ലഡി ഫൂൾ. ഇനി നമ്മുടെ അനൂപ് ചന്ദ്രൻ, അദ്ദേഹത്തിന്റെ ഒരു നടപ്പിനൊരു പ്രത്യേകതയുണ്ട്. അതായത് സ്റ്റേജിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് നിഴല് കാണുമ്പോൾ മനസ്സിലാവും ഈ വരുന്നത് ആരാണെന്ന്. അദ്ദേഹത്തിന്റെ നടപ്പ് ഏകദേശം അത് ഇങ്ങനെയായിരിക്കും. അടിയ ഫസ്റ്റ് വീക്ക് അവനോട് സുഷമയുടെ കല്യാണം അളിയാ നാളെ. അവക്കറിയാമോ എന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ 2 വർഷമായി ഞാനവളെ പ്രേമിക്കാന്നളിയാ. ഇച്ചായനാത്തിനാ എല്ലാ ശനിയാഴ്ചയും കള്ളു മേടിച്ചു കൊടുത്ത് ഈ അപ്പച്ചനെ ചീത്തയാക്കുന്നേ. വേണേ എന്നെ ചീത്തയായിക്കോ, ഞാനൊന്നും പറയത്തില്ല. ഇനി നമ്മുടെ ദുൽഖറിന്റെ ശബ്ദം. ഹലോ, നിങ്ങളിപ്പോ താമസിക്കുന്ന റൂമില് പണ്ട് ഭാഗത്തിന് ഒരു പാവം ചിന്ന ഞാൻ. ഇപ്പൊ അവിടെയുള്ള സാധനങ്ങൾ വേണ്ടിയില്ല. ഞാൻ താമസിച്ചപ്പോ എന്റെ കൂടെ താമസിച്ചു. ഇപ്പൊ നിങ്ങൾ താമസിക്കുമ്പോ നിങ്ങളുടെ കൂടെ താമസിക്കും. വേണമെങ്കിൽ എടുക്കാം, വേണ്ടേ കളയാം. അതായത് നമ്മുടെ CIA എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് അമേരിക്കയിൽ ചെല്ലുമ്പോൾ അവിടുത്തെ നമ്മുടെ ജിനു ജോസഫിന്റെ ശബ്ദം. ജിനു ജോസഫ് ദുൽഖറിനോട് പറഞ്ഞ ഡയലോഗുണ്ട്. ഇവന്റെ ഈ ഇരിപ്പ് കാണുമ്പോഴാ എടാ ഇങ്ങനെ ഞാനും ഇരുന്നിട്ടുണ്ട്. 97 റബ്ബറിന്റെ വില 24 രൂപയായപ്പോ വീടിന്റെ മുന്നിൽ കിടന്ന 3-4 വണ്ടി ബാങ്കുകാരും കൊണ്ടുപോയി. സ്നേഹിച്ച പെണ്ണിനെ വേറൊരുത്തൻ കെട്ടിക്കൊണ്ട് പോയി. എന്നിട്ട് ഞാൻ തളർന്നോടാ. ഇവിടെ അന്തസ്സായിട്ടല്ലാണ് ജീവിക്കുന്നത്. ചേട്ടാ DQ-നെ കാണിച്ചില്ല, അപ്പൊ അതുപോലെ യങ്സ്റ്റർ ആക്ടേഴ്സിൽ ആരൊക്കെ, വേറെ ആരെങ്കിലും ഒക്കെ? അബി ആർട്ടിക്കലാണോ വീട്? ആർട്ടിക്കൽ HDFC ബാങ്കിൽ ജോലി ചെയ്ത ഒരു ഭാസ്കരവനെ അറിയോ? അതെയോ, ഹിസ് മൈ ക്ലോസ് ഫ്രണ്ട് ഫ്രം ബാംഗ്ലൂർ. ഫസ്റ്റ് ഫോണിന്റെ വീട്ടിലൊന്നുമല്ല. ഇങ്ങനെ പെൺകുട്ടിയോട് സംസാരിക്കാൻ അറിയത്തില്ല. അതറിയാമെങ്കിൽ വിളിച്ചൊരു സോറി പറഞ്ഞൂടെ? ദോശ കഴിക്കണല്ലേ ഭൂപ്പോ. അപ്പോൾ എല്ലാ മിമിക്കിങ്ങും സൂപ്പർ ആയിരുന്നു, ഗംഭീരായിരുന്നു. വി ആൾ ലവ്ഡ് ഇറ്റ്. അപ്പോൾ ചേട്ടാ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. അപ്പോൾ ഒരുപാട് സന്തോഷവും നന്ദി അറിയിക്കുകയാണ്. ഒപ്പം ഞങ്ങളുടെ ഒരു ചെറിയ സ്നേഹാദരവ് നൽകാൻ ആഗ്രഹിക്കുന്നു. രമേശ് ചേട്ടാ, ഷാജൻ ചേട്ടാ, പ്ലീസ് കം ടു സ്റ്റേജ്. ശ്രീ അനൂപ് പാല, ഈ ഒരു സെഗ്മെന്റിൽ വന്നിട്ടുള്ള പല പ്രതിഭകളും എത്തുമ്പോൾ നമുക്ക് അവരോടൊപ്പം
ഒരുപാട് വേദികൾ പങ്കിട്ട കഥകൾ പറയാനും മറ്റുമൊക്കെ ഉണ്ടാവും. പക്ഷെ ഒരുപാട് വേദികളിൽ ഒന്നിച്ചുണ്ടായിട്ടില്ലെങ്കിലും ഉണ്ടായ വേദികൾ എന്നും ഓർമ്മയിൽ നിൽക്കുന്നതാണ്. കാരണം അത്രയും പ്രതിഭയോടുകൂടി എനിക്ക് തോന്നുന്നു ആറ്റുകാൽ ക്ഷേത്രത്തിലേക്ക് ഒരു പ്രോഗ്രാം, ആറ്റുകാൽ ക്ഷേത്രത്തിലെ പ്രോഗ്രാം എന്നൊക്കെ പറഞ്ഞാൽ കടല് പോലെ ജനമാണ്. അവിടെ അനൂപാല നിന്ന് കൺവെൻഷൻ നടത്തുന്ന പോലെ അനൂപാല പറയുന്നു, ആളുകൾ കൈയടിക്കുന്നു, അനൂപാല പറയുന്നു, ആളുകൾ കൈയടിക്കുന്നു. അങ്ങനെ ഇദ്ദേഹം പ്രകടനം കാഴ്ചവെക്കുന്നത് ഞാൻ നിന്ന് നേരിട്ട് സാക്ഷ്യം വഹിച്ച് കണ്ടിട്ടുള്ളതാണ്. അന്നും ഇന്നും ഏറ്റവും പുതിയ എന്തെങ്കിലും വന്ന് വേദിയിൽ കയറിയാൽ ഒരു പുതിയ ഇനം എന്തെങ്കിലും കാഴ്ചവെക്കാതെ അനൂപ് എന്ന ഈ യുവപ്രതിഭ വേദി വിട്ട് പോകാറില്ല. തുടർന്നും ഇനിയും അങ്ങോട്ട് ഒരുപാട് ഉയരങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരുപാട് കഥകൾ പറഞ്ഞല്ല ഇന്ന് അനൂപ് ഇവിടെ വന്നപ്പോൾ നമ്മുടെ സമയം മാറിക്കിട്ടിയത് അനൂപിന്റെ പ്രകടനങ്ങൾ കണ്ടു തന്നെയാണ്. ഇനിയും അനുവദിച്ച ഒരു മണിക്കൂർ ഇന്ന് ഒറ്റയ്ക്ക് വൺ മാൻ ഷോ ചെയ്യാനുള്ള ആളാണ് ഈ നിൽക്കുന്നത്. നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ അദ്ദേഹത്തെ നമ്മളുടെ ചെറിയ ആദരവ് ഇപ്പോൾ നൽകുകയാണ് അദ്ദേഹത്തിന്. ഇന്നത്തെ എപ്പിസോഡിലെ ബെസ്റ്റ് പെർഫോമറെ തിരഞ്ഞെടുക്കാം. ഇടവേള റാഫി, ആസിഫ് എന്നിവരാണ് പ്രകടനങ്ങൾ കാഴ്ചവെച്ചത്. ഇരുവരെയും അതിനായി സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. വടക്കൻ കേരളത്തിന്റെ ശൈലിയുമായിട്ടാണ് രണ്ടുപേരും എത്തിയത്. ഒരാൾ അങ്ങ് വടക്ക അറ്റത്ത് നിന്ന് കാസർഗോഡ് നിന്ന് എത്തുന്നു, കുറ്റിപ്പുറത്ത് നിന്ന് റാഫി എത്തുന്നു. രണ്ടുപേരുടെയും പ്രകടനങ്ങൾ മികച്ചതായിരുന്നു. എങ്കിലും ഇന്ന് നമ്മളെ ശൈലി കൊണ്ടും അവതരണം കൊണ്ടും കൂടുതൽ ചിരിപ്പിച്ചത് ഇടവേള റാഫിയാണ് ബെസ്റ്റ് പെർഫോമർ. അല്ല, നിങ്ങളുടെ പ്രോഗ്രാം കഴിഞ്ഞില്ലേ? ജസ്റ്റ് ഒരു എപ്പിസോഡ് കഴിഞ്ഞു. എനിക്കിതൊന്നും ഇനിയൊന്നും കുഴിക്കാലോ, അമ്മാവന്റെ ഒരു കാര്യത്തിന് വേണ്ടി. അല്ല പക്ഷെ ഞാനൊരു അഭിപ്രായം പറയട്ടെ. എന്തായാലും ഇനിയിപ്പം ഇന്നത്തെ നമ്മുടെ സെറ്റ് പൊളിക്കണം, ഫ്ലോർ പൊളിക്കണം. അല്ല അതല്ല ഒരു അമ്മാവനുമായിട്ടുള്ളൊരു ബന്ധമാണ്. ഒരു അമ്മാവന്റെ ശരീരം എന്ന് പറയുമ്പോൾ ഗതി കിട്ടാതെ വലിയ ബുദ്ധിമുട്ടുണ്ടാവും ഒരു മരുമോന്. അതുകൊണ്ട് എങ്ങനെങ്കിലും ഒന്നൊന്ന് സമ്മതിക്കും. പക്ഷെ ഞാൻ ഒന്ന് പറയുന്നത് കേൾക്കും. അല്ല എന്റെ ഷാൻ ചേട്ടാ, ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കുക, നിങ്ങൾക്ക് ഈ കുഴിച്ചിട്ട് ബോഡി മാന്തി എടുക്കുന്നതിനകത്ത് ആരെങ്കിലും കൈവശം തന്നിട്ടുണ്ടോ? അതുകൊണ്ടല്ല കാര്യം ഈ കാലത്തൊക്കെ ഒരു അമ്മാവനോട് ഇത്രയൊക്കെ ഒരു സ്നേഹം ഉണ്ടാകുക അല്ലെ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഓക്കെ ആണെങ്കിൽ ഒരു കാര്യം ചെയ്തോ ചേട്ടാ, വേറെ എവിടെയും പൊളിക്കാതെ നിങ്ങൾ ഈ ഗൂഗിൾ എർത്തിൽ പറയുന്ന പ്രകാരം കൃത്യ 6 അടിയിൽ നിങ്ങൾക്ക് ഇവിടെ വേണ്ട ഒരു പരിപാടിയിൽ അതുപോലെ ഒരു കുഴി എടുത്തോ. അല്ലല്ല, 6 അടിയൊന്നും കുഴിക്കണ്ട. എനിക്കൊരു ചിരട്ടയുടെ വലിപ്പത്തിൽ ഇത് ഇങ്ങനെ പോയാ മതി താഴേക്ക്. ചെറിയ കുഴിയോ മതി. അപ്പൊ മുഖം കാണണ്ടേ? അയ്യേ, മുഖം പിന്നെ എന്താ വേണ്ടത്? എനിക്ക് മുഖമൊന്നും കണ്ട. ആ അതെ, ഈ മരിച്ചടക്കിയപ്പോ ഒരു ഡയമണ്ടിന്റെ മോതിരം കൂടി അടക്കമാണ് അടക്കിയതെന്ന് പറഞ്ഞു കേട്ടു. അതൊന്ന് കിട്ടിയിരുന്നെങ്കിൽ കുഴിച്ചാലോ?